ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഡ്സ്മാൻ സിവിൽ ട്രേഡിൽ സെമസ്റ്റർ 4-നകത്ത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5-മത്തെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വീഡിയോ ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ രഞ്ജിത്ത്, മലമ്പുഴ ITIയിലെ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ 5-മത്തെ ലെസനകത്ത് ഹൈഡ്രോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഹൈഡ്രോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ എർത്ത് വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റം, അതേപോലെ തന്നെ ഹൈഡ്രോളജി, ഹൈഡ്രോഗ്രാഫി, ഹൈഡ്രോമെട്രി, അതുമായി ബന്ധപ്പെട്ടുള്ള ഹൈഡ്രോഗ്രാഫ്, ഹൈറ്റോഗ്രാഫ്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് തുടങ്ങിയ പദങ്ങളും, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പ്രിസിപ്പിറ്റേഷനും മെഷർമെൻറ്റ് ഓഫ് പ്രിസിപ്പിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കാണുന്ന ലെസണിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കിക്കോളൂ, പ്രധാന ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ എർത്ത് വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചിത്രത്തിലൂടെയാണ് ഇത് പറയാൻ പോകുന്നത്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രധാനമായും വേപ്പറാണ് അല്ലേ. സർഫസിലേക്ക് വെള്ളത്തിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മഴ പെയ്ത് അല്ലെങ്കിൽ മഞ്ഞുരുകി ലഭിക്കുന്ന ജലം സർഫസിലൂടെ ഒഴുകി ഒരു സോഴ്സിനകത്ത് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതാണ് സർഫസ് സോഴ്സസ് എന്നുള്ള വാക്ക്. സർഫസ് സോഴ്സ് ഏതാ? ഈ മഴ പെയ്ത് വരുന്ന അല്ലെങ്കിൽ മഞ്ഞുരുകി വരുന്ന വെള്ളം ഒരു സോഴ്സ് കളക്ട് ചെയ്യുന്നു അല്ലേ. അതാണ് സർഫസ് സോഴ്സസ് എന്നുള്ള വാക്ക്. ഓക്കെ, ഈ വെള്ളം ഒഴുകി വരുന്ന സമയത്തും ചെറിയ രീതിയിലൊരു ഇവോപ്പറേഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സർഫസ് സോഴ്സസിനകത്ത് അല്ലേ, ആ സോഴ്സിൽ ഉറവിടത്തിലെത്തുന്ന സമയത്തും വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ കാണുന്ന വെള്ളം വലിച്ചെടുക്കുന്നു. ആരാ വലിച്ചെടുക്കുന്നത്? സോയിൽ വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ. സോയിൽ വലിച്ചിറക്കണമെങ്കിൽ അവിടെ ചെറിയൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. സോയിൽ അതിനകത്ത് പോറസ് ഉണ്ടായിരിക്കണം അല്ലേ. പോറസിനകത്തൂടെ വാട്ടർ കണ്ടന്റ് വലിച്ചെടുക്കുന്നു. അത് വീണ്ടും നമുക്കറിയാം ഏത് ലെവലിലാണോ, നമ്മൾ കഴിഞ്ഞ പവർ പോയിന്റ് പ്രസന്റേഷൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു, ഏത് അളവിലാണോ സോയിൽ വാട്ടർ വലിച്ചെടുക്കുന്നത് ആ കാണുന്ന അളവാണ് ഇൻഫിൽട്രേഷൻ എന്നുള്ള വാക്ക് പറയുന്നത്. ഇൻഫിൽട്രേഷൻ അല്ലേ. അപ്പോൾ വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഏതാ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ആയിട്ടും ഒഴുകുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ വേപ്പറായിട്ട് സർഫസിനകത്ത് ഈ പറഞ്ഞ മഴ പെയ്തിട്ടുള്ള മഞ്ഞുരുകിയിട്ടുള്ള വെള്ളം, അതേപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഈ കാണുന്ന രൂപത്തിലൊക്കെ നമുക്ക് വാട്ടർ കണ്ടന്റ് ഉണ്ട് അല്ലേ. ഇനി ഇതെങ്ങനെയാണ് നമുക്കറിയാം. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഏതാ ഈ കാണുന്ന വാട്ടർ സോയിൽ വലിച്ചെടുക്കുന്നു, സോയിലിലൂടെ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു, പ്ലാന്റ്സ് അതിൻ്റെ ലീവ്സിൽ നിന്നും വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടും. ഇനി വാട്ടർ കണ്ടന്റ് എങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നത്? സർഫസ് സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഇവോപ്പറേഷൻ ഫ്രം വാട്ടർ സോഴ്സ് എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവോപ്പറേഷൻ ഫ്രം വാട്ടർ സർഫസ് അല്ലേ. അപ്പോൾ ഒരു സോഴ്സിൽ നിന്നുള്ള വെള്ളം ഇവിടെ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടർ കണ്ടന്റ് പ്ലാന്റ്സ് വലിച്ചെടുത്തിട്ടുണ്ട്, സോയിൽ വലിച്ചെടുത്തിട്ടുണ്ട്, ആ സോയിലിലൂടെ പ്ലാന്റ്സും വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കാണുന്ന വാട്ടർ ലോസ് ഏതാ? സോയിലിൽ നിന്നുള്ള വാട്ടർ ലോസ്. സോയിലിൽ നിന്നാണ് വാട്ടർ നഷ്ടപ്പെടുന്നതെങ്കിൽ അതിനെ ഇവോപ്പറേഷൻ എന്നും, അതേസമയത്ത് പ്ലാന്റ്സ് അതിൻ്റെ ലീവ്സിൽ നിന്നാണ് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുത്തി പോകുന്നതെങ്കിൽ അതിനെ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലാന്റ്സിൽ നിന്നും അതിന് ചുറ്റുമുള്ള സോയിൽ നിന്നും വാട്ടർ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ പ്ലാന്റ്സ് അതിൻ്റെ ലീവ്സിൽ നിന്ന് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞു. ഈ പ്ലാന്റ്സിന് ചുറ്റുമുള്ള സോയിൽ അതിൽ നിന്നാണ് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുന്നതെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സും അതിന് ചുറ്റുമുള്ള സോയിൽ രണ്ടിന്നും വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന സമയത്ത് എന്താ വേപ്പറായിട്ടാണ് മാറുന്നത്, നീരാവിയായിട്ടാണ് ഇതിനകത്ത് മാറുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട് ഓഷ്യനിൽ അല്ലേ, ഈ കാണുന്ന സർഫസിലൂടെ ഒഴുകി വരുന്ന വെള്ളം അത് എത്തിച്ചേരുന്നതും കടലിലാണ്. അതേപോലെ തന്നെ സബ് സർഫസ് അല്ലേ. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെയാണ് പോറോസിറ്റി എന്നൊരു വാക്ക്. കാരണം എന്താ? സോയിൽ അതിനകത്തൊരു പോറസ്, ആ പോറസിലൂടെ വാട്ടർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലേ. ഗ്രാവിറ്റി മൂലം ഈ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതും എവിടെ വന്ന് ചേരുന്നുണ്ട്? ഓഷ്യനിൽ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോറോസിറ്റി എന്നൊരു വാക്ക് കൂടി വരുന്നുണ്ട് അല്ലേ. സോയിൽ അതിൻ്റെ പോറസിലൂടെ വാട്ടറിന് മൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫ്ലോ കാരണം മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ താഴേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതും എവിടെ തന്നെ എത്തുന്ന? ഓഷ്യനിലേക്ക് എത്തുന്നത് അല്ലേ. അതുകൂടാതെ നമ്മളിപ്പോൾ ഇവോപ്പറേഷൻ പറഞ്ഞു, ട്രാൻസ്പിരേഷൻ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ ഈ കടലിൻ്റെ ഭാഗത്തു നിന്നും വാട്ടർ കണ്ടപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ. ഈ കാണുന്ന ഭാഗം ഏതാ? ഓഷ്യൻ. കടലിൻ്റെ ഭാഗത്ത് എന്ന് പറയുന്ന ഹൈ പ്രഷർ ഏരിയയും ഈ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ലോ പ്രഷർ, മർദ്ദം കുറവുള്ള. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ഇളം കാറ്റ് വീശുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഈ അന്തരീക്ഷത്തിലെത്തുന്ന വേപ്പർ അത് ക്ലൗഡ്സായി മാറുന്നു, മേഘങ്ങളായി മാറുന്നു. ഈ മേഘങ്ങൾ ഏതാ? പ്രിസിപ്പിറ്റേഷന് കാരണമാവുന്നു അല്ലേ. ഈ മേഘങ്ങൾ അല്ലെങ്കിൽ വേപ്പർ പ്രിസിപ്പിറ്റേഷന് കാരണമാവുന്നു. നമുക്കറിയാം
ഈ precipitation എന്ന് പറയുന്നത് മേഘങ്ങൾ ഘനീഭവിച്ചുണ്ടാകുന്ന മേഘങ്ങൾ ഘനീഭവിച്ചുണ്ടാകുന്ന ലിക്വിഡ് ഫോമിലുള്ള precipitation-നെയാണ് റെയിൻഫാൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. റെയിൻഫാൾ എന്നുള്ള വാക്ക് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ ഈ ചിലപ്പോൾ ഹയർ മൗണ്ടൻ ഇപ്പോൾ പർവ്വതങ്ങളുടെ ഭാഗം ഉയർന്ന ഭാഗങ്ങളിൽ മഴയായിട്ടല്ല പകരം മഞ്ഞായിട്ടും അതേപോലെ തന്നെ ചെറിയ ആലിപ്പഴങ്ങൾ ആ രൂപത്തിലായിരിക്കും അതായിരിക്കും ചിലപ്പോൾ precipitation ഉണ്ടാകുന്നത്. അത്തരം precipitation-നെ ഫ്രോസൺ precipitation എന്ന് പറയുന്നു. അപ്പോൾ ക്ലൗഡ്സിൽ നിന്ന് ലിക്വിഡ് precipitation ഉണ്ടാകുന്നു, അതേപോലെ തന്നെ ഫ്രോസൺ precipitation ഉണ്ടാകുന്നു അല്ലേ. ലിക്വിഡ് precipitation എന്ന് പറഞ്ഞാൽ റെയിൻഫാൾ ആണ്. ഫ്രോസൺ precipitation എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നത്? അറ്റ് ദ പീക്ക് ഓഫ് മൗണ്ടൻ, പർവ്വതങ്ങളുടെ ഉയർന്ന ഭാഗങ്ങളിൽ ഫ്രോസൺ precipitation ഉണ്ടാകുന്നത്. ഫ്രോസൺ precipitation ആണ് ഉണ്ടാകുന്നത്. അതേ സമയത്ത് സർഫസിനകത്തേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വെള്ളം ലഭിക്കുന്നത് ലിക്വിഡ് precipitation-ലൂടെയാണ്. ലിക്വിഡ് precipitation എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് റെയിൻഫാൾ ആണ്. അപ്പോൾ precipitation എന്ന് പറഞ്ഞാൽ അത് റെയിൻഫാൾ ആവാം, സ്നോ ആവാം, ഹെയിൽ ആവാം. precipitation എന്നുള്ള വാക്ക് അല്ലേ. അപ്പോൾ ഇവിടെ മഴ പെയ്ത് നമുക്ക് വെള്ളം ലഭിച്ചു. ഇതിനകത്ത് കുറേ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് നേരെ മുകളിലേക്ക് പോകുന്നു അല്ലേ. അവിടെ വേപ്പർ ഇപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം നീര് അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ വേപ്പറാണ്. ആ വേപ്പർ പെട്ടെന്ന് കണ്ടൻസേഷൻ എന്നുള്ള വാക്കാണ്. കണ്ടൻസേഷൻ എന്നുള്ള വാക്ക് ഘനീഭവിക്കുക അല്ലേ. ആ കണ്ടൻസേഷൻ മൂലം എന്ത് ചെയ്യുന്ന ക്ലൗഡ്സായി മാറുന്നു. ആ ക്ലൗഡ്സ് ഇവിടെ നോക്കിക്കോളൂ, ഇവിടെയാണ് കടലിൻ്റെ ഭാഗത്തും ക്ലൗഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, കരയുടെ ഭാഗത്തും ക്ലൗഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഈ ക്ലൗഡ്സിനെ എവിടേക്ക് കൊണ്ടുവരും? ഈ ലോ പ്രഷർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് ഭാഗത്താണ്? കരയുള്ള ഭാഗത്താണ് മഴ ലഭിക്കുന്നത്. കരയുടെ ഭാഗത്തായിട്ടൂടെ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സർക്കുലേറ്ററി സിസ്റ്റമാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ എർത്ത് വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വാചകങ്ങളൊക്കെയാണ് വാട്ടർ അറ്റ്മോസ്ഫിയറിൽ വേപ്പറായിട്ട് അല്ലേ, സർഫസിനകത്ത് വാട്ടറായിട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? മഴ പെയ്തിട്ടും മഞ്ഞുരുകിയിട്ടും. അതേപോലെ തന്നെ സർഫസിന് ബിലോ ദ സർഫസ്, ഗ്രൗണ്ട് സർഫസിന് താഴെ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറാണ്, ഭൂഗർഭജലമാണ് അല്ലേ. ഈ വാട്ടർ കണ്ടന്റ് എവിടെയാ? നമുക്കറിയാം സോയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. അതിനെ ഇവോപ്പറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു അല്ലേ. സർഫസ് സോഴ്സിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ. അതും സർഫസ് സോഴ്സിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു തന്നെ ഇവോപ്പറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു അല്ലേ. അതേ സമയത്ത് പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് അതിൻ്റെ ലീവ്സിൽ നിന്ന് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്നു, അതിനെ ട്രാൻസ്പിരേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ പ്ലാന്റ്സും അതിന് ചുറ്റുമുള്ള മണ്ണിൽ നിന്നും വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്നുള്ള വാക്കാണ് പറയുന്നത്. അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന നഷ്ടപ്പെട്ടു പോകുന്ന വാട്ടറെല്ലാം വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലുണ്ട്. അതിന് പെട്ടെന്ന് കണ്ടൻസേഷൻ നടക്കുന്ന സമയത്ത് അല്ലേ ടെമ്പറേച്ചർ കുറയുന്ന പെട്ടെന്ന് ടെമ്പറേച്ചറിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസം കാരണം അവിടെ വേപ്പർ ക്ലൗഡ്സായി മാറുന്നു. ആ ക്ലൗഡ്സ് അല്ലെ മേഘങ്ങൾ precipitation ഫോം ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള precipitation, ലിക്വിഡ് precipitation-ഉം ഫ്രോസൺ precipitation-ഉം. ലിക്വിഡ് precipitation എന്ന് പറയുന്നത് റെയിൻഫാൾ ആണ്. ഫ്രോസൺ precipitation എന്ന് പറയുന്നത് മഞ്ഞ്, ആലിപ്പഴം തുടങ്ങിയവയാണ് ഫ്രോസൺ precipitation അല്ലേ. ആ ഫ്രോസൺ precipitation എവിടെ ഉണ്ടാകുന്നത്? അറ്റ് ദ പീക്ക് ഓഫ് മൗണ്ടൻ, പർവ്വതങ്ങളുടെ ഉയർന്ന ഭാഗങ്ങളിലാണ് ഈ ഫ്രോസൺ precipitation ഉണ്ടാവുന്നത് അല്ലേ. ഇനി പറയുന്നുണ്ട് ഈ വാട്ടർ ചിലപ്പോൾ ഈ precipitation റെയിൻഫാൾ മഴവെള്ളത്തേക്കാൾ വളരെ ചെറിയ precipitation, അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സുകളായിട്ട് ഇവിടെ ഒരു പ്രത്യേക ഡെഫിനേഷൻ പറയുന്നുണ്ട്. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിൻ്റെ സൈസ് 0.5 mm-നേക്കാൾ താഴെയാണെങ്കിൽ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിൻ്റെ സൈസ് 0.5 mm-ലും താഴെയാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1 mm/hour, ഒരു മണിക്കൂറിൽ 1 mm എന്നുള്ള അളവിലാണ് പെയ്യുന്നതെങ്കിൽ അതിന് ഡ്രിസിൽ, നമ്മൾ വളരെ നേർത്ത ചാറ്റൽ മഴ എന്ന് പറയില്ലേ, അതിനേക്കാൾ നേർത്ത ചാറ്റൽ മഴയാണ് ഈ ഡ്രിസിൽ എന്നുള്ള വാക്ക് പറയുന്നത്. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ എന്നുള്ള വാക്ക്. അറ്റ്മോസ്ഫിയറിൻ്റെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ. ഒരു തരത്തിലുള്ള ഹൈഗ്രോമീറ്ററാണ് സൈക്രോമീറ്റർ എന്നുള്ള വാക്ക്. സൈക്രോമീറ്റർ മെഷർ ചെയ്യുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് സൈക്രോമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഇനി ഞാൻ നോട്ട്സ് ആയിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. വാട്ടർ occur in the atmosphere in the form of vapor on the surface as water and snow അല്ലെ. സർഫസിനകത്ത് വാട്ടർ അല്ലെ, മഴ പെയ്ത് ലഭിക്കുന്ന ജലമായിട്ട് അല്ലെങ്കിൽ മഞ്ഞുരുകി ലഭിക്കുന്ന ജലമായിട്ട് അല്ലെ. ബിലോ ദ സർഫസിന് അടിയിലായിട്ട് ഗ്രൗണ്ട് വാട്ടർ ആയിട്ടാണ് അല്ലെ. അതേപോലെ തന്നെ ഈ സർഫസ് സോഴ്സിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ ഇവാപ്പറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. വാട്ടർ ഫ്രം ദ സർഫസ് സോഴ്സസ് ഏതൊക്കെയാ? ലേക്ക്, റിവർ, ഓഷ്യൻ തുടങ്ങിയതിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഇവാപ്പറേഷൻ എന്നും,
പ്ലാന്റ്സ് ആ പ്ലാന്റ്സിൻ്റെ ലീഫ് നിന്ന് അല്ലെങ്കിൽ ട്രീസ് അതിൻ്റെ ലീവ്സ് നിന്ന് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്നതിനെ ട്രാൻസ്പിരേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു അല്ലേ. ട്രാൻസ്പിരേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് വാട്ടർ ബീങ് ലോസ്റ്റ് ഫ്രം ദ ലീവ്സ് ഓഫ് ട്രീ ഫ്രം ദെയർ പോറസ് അല്ലേ. അപ്പോൾ ട്രീസ് അതിൻ്റെ ലീവ്സ് നിന്ന് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്നതിന് ട്രാൻസ്പിരേഷൻ. അപ്പോൾ വീണ്ടും ഒരു വാക്ക് കൂടി പറഞ്ഞു, ഇവാപ്പോ ട്രാൻസ്പിരേഷൻ. ഏതാ? ട്രീസിൽ നിന്ന് പ്ലാന്റ്സിൻ്റെ ലീഫിൽ നിന്ന് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുന്നതോടൊപ്പം അതിന് ചുറ്റുള്ള സോയിൽ നിന്നും വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഇവാപ്പറേഷൻ എന്നുള്ള, ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്നുള്ള വാക്ക് അല്ലേ. ഇവാപ്പറേഷൻ ത്രൂ പ്ലാന്റ്സ് ആൻഡ് ദ സറൗണ്ടിങ് സോയിൽ അല്ലേ. പ്ലാന്റ്സിൽ നിന്നും അതിന് ചുറ്റുമുള്ള മണ്ണിൽ നിന്നും വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറഞ്ഞ പേരാണ് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ. അപ്പം നഷ്ടപ്പെട്ടു പോകുന്ന വാട്ടർ അറ്റ്മോസ്ഫിയറിൽ ഇൻ ദ ഫോം ഓഫ് വേപ്പറാണ് അല്ലേ. ഈ നഷ്ടപ്പെട്ടു പോകുന്ന ജലമെല്ലാം അറ്റ്മോസ്ഫിയറിൽ ഇൻ ദ ഫോം ഓഫ് വേപ്പർ. അവിടെ വേപ്പർ എന്ത് ചെയ്യുന്നു? കണ്ടൻസേഷൻ അല്ലെ. നമ്മൾ ആ ചിത്രത്തിനകത്ത് കണ്ടിരുന്നു കണ്ടൻസേഷൻ അല്ലെ. വേപ്പർ കണ്ടൻസ് ചെയ്യണം അല്ലെ, ഘനീഭവിക്കുകയാണ്. ഘനീഭവിക്കുന്ന സമയത്ത് എന്തായി? ക്ലൗഡ്സ്, മേഘങ്ങളായി മാറുന്നു അല്ലെ. വേപ്പർ ഗെറ്റ് കണ്ടൻസ്ഡ് ഡ്യൂ ടു സഡൻ ഫോൾ ഇൻ ടെമ്പറേച്ചർ. പെട്ടെന്ന് ടെമ്പറേച്ചറിനകത്തുള്ള വ്യത്യാസം കാരണം വേപ്പർ ഘനീഭവിക്കുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ക്ലൗഡ്സ് ഫോം ചെയ്യും, മേഘങ്ങൾ ഫോം ചെയ്യുകയും ചെയ്തു അല്ലേ. ഈ ക്ലൗഡ്സ് എന്തിന് കാരണമാകുന്നു? പ്രിസിപ്പിറ്റേഷന് കാരണമാകുന്നു. ആ പ്രിസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്രിസിപ്പിറ്റേഷൻ ഉണ്ടാവാം, ഫ്രോസൺ പ്രിസിപ്പിറ്റേഷൻ ഉണ്ടാവാം അല്ലേ. ക്ലൗഡ്സ് അഗെയിൻ കോസസ് ലിക്വിഡ് പ്രിസിപ്പിറ്റേഷൻ, ദാറ്റ് ഈസ് റെയിൻഫോൾ എന്ന് പറഞ്ഞത് അല്ലേ. ലിക്വിഡ് പ്രിസിപ്പിറ്റേഷൻ ആണ് റെയിൻഫോൾ അല്ലേ. ഈ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് 0.5 mm താഴെയാണെങ്കിൽ അതിനെയാണ് ഡ്രിസിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, ഡ്രിസിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. ഇനി ലിക്വിഡ് പ്രിസിപ്പിറ്റേഷനും അതുപോലെ തന്നെ ഫ്രോസൺ പ്രിസിപ്പിറ്റേഷൻ്റെ പ്രത്യേകത അത് എവിടെയാ? അറ്റ് ദ പീക്ക് ഓഫ് മൗണ്ടെയിൻ പർവ്വതങ്ങളുടെ മുകളിലാണ് അല്ലേ. അവിടെ എന്തായിട്ടാ? മഞ്ഞായിട്ടും അതേപോലെ തന്നെ ആലിപ്പഴം ഈ രൂപത്തിലാണ് ഫോം ചെയ്യുന്നത് അല്ലേ. സം ഓഫ് ദ വേപ്പേഴ്സ് ആർ കൺവേർട്ടഡ് ടു സ്നോ, ഹെയിൽ എക്സെട്ര അറ്റ് ദ പീക്ക് ഓഫ് മൗണ്ടെയിൻ നോൺ ആസ് ഫ്രോസൺ പ്രിസിപ്പിറ്റേഷൻ അല്ലേ. അവിടെ വെച്ചിട്ട് ഏതാ? ഈ മൗണ്ടെയിൻ പർവ്വതങ്ങളുടെ ഉയർന്ന ഭാഗങ്ങളിൽ ഇത് ഏതാ? സ്നോ, മഞ്ഞായിട്ടും ഹെയിലായിട്ടുമാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫ്രോസൺ പ്രിസിപ്പിറ്റേഷൻ എന്നുള്ള വാക്കാണത് അല്ലേ. നേരത്തെ ലിക്വിഡ് പ്രിസിപ്പിറ്റേഷൻ പറഞ്ഞു, ഇപ്പോൾ ഫ്രോസൺ പ്രിസിപ്പിറ്റേഷൻ പറഞ്ഞു അല്ലേ. ആ റെയിൻഫാൾ അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിൻ്റെ സൈസ് 0.5 mm താഴെയുള്ള പ്രിസിപ്പിറ്റേഷനെ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിൻ്റെ സൈസ് 0.5 mm താഴെയുള്ള പ്രിസിപ്പിറ്റേഷനെ പറഞ്ഞ പേരാണ് ഡ്രിസിൽ എന്നുള്ള വാക്ക്. A precipitation in the form of water droplets of size less than 0.5 mm and intensity less than 1 mm per hour is known as drizzle അല്ലെ. വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് 0.5 mm താഴെയും ഇൻറ്റൻസിറ്റി 1 mm per hourലും താഴെയാണെങ്കിൽ, ഇൻറ്റൻസിറ്റി 1 mm per hourലും താഴെയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഡ്രിസിൽ എന്നുള്ള വാക്ക് പറയുന്നത് അല്ലേ. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഏതാ? പ്രഷർ അല്ലെ, ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ എന്ന് പറയുക. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ അല്ലേ. അപ്പോൾ ആ ഒരു വാചകമാണ് ഇനി പറഞ്ഞത്. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ഹ്യൂമിഡിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതാണ് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഒരു തരത്തിലുള്ള ഹൈഗ്രോമീറ്ററാണ് സൈക്രോമീറ്റർ എന്നുള്ളത്. സൈക്രോമീറ്റർ അല്ലേ. അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൈക്രോമീറ്റർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഏതാ? ഈ പ്രിസിപ്പിറ്റേഷൻ്റെ ഒരു ഭാഗം precipitation, നമ്മൾ ലിക്വിഡ് precipitation ഉണ്ടാകുന്നത് ഫ്രോസൺ precipitation. അപ്പോൾ സർഫസിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്തുള്ള ആ precipitation-ന്റെ ഒരു ഭാഗം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി ഭാഗം സർഫസിലൂടെ അരിച്ചിറങ്ങുന്നു അല്ലേ. അതെവിടെ വന്ന് അവസാനിക്കുന്നു? സർഫസ് സോഴ്സസിലേക്ക് പോകുന്നു. കുറച്ച് വെള്ളം എവിടേക്ക് ഇറങ്ങുന്നു? സബ് സർഫസിലേക്ക് ഇറങ്ങുന്നു. അതിലും പിന്നെയും വീണ്ടും വെള്ളം ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. എവിടേക്കാണ്? ഗ്രൗണ്ട് വാട്ടർ ഫ്ലോയിലേക്ക് അല്ലേ. അപ്പോൾ ഈ കാണുന്ന സർഫസിലൂടെ ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ സബ് സർഫസിലൂടെ ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറായിട്ട് കൂടിച്ചേരുന്ന, ഭൂഗർഭജലമായി കൂടിച്ചേരുന്ന വെള്ളം, ആ വെള്ളത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നതാണ് റൺ ഓഫ് എന്ന് പറയാം. റൺ ഓഫ് എന്താ? പ്രസിപ്പിറ്റേഷൻ്റെ ഭാഗം സർഫസിലൂടെ ഒഴുകുന്നു. എപ്പോൾ? ഈ ഇവാപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം സർഫസിലൂടെ ഒഴുകുന്നു അല്ലേ. അത് അപ്പോൾ ആ സർഫസിലൂടെ ഏതാ? ഈ ഇവാപ്പറേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം സർഫസിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്നത് സർഫസിലൂടെയുള്ള റൺ ഓഫ് ആണ്. അല്ലേ. ഇനിയോ? അപ്പോൾ ഏതാ? ഇവാപ്പറേഷൻ വാട്ടർ ലോസസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം സർഫസിലൂടെ ഒഴുകുന്നു. അതാണ് സർഫസ് ലോസ് എന്ന് പറയുക. ഇനി കുറച്ച് വെള്ളം ഈ മണ്ണിനടിയിലേക്ക്, ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് വലിച്ചെടുക്കുന്നു
അല്ലേ? അപ്പോൾ അതെന്തായി മാറി? ഇനി അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഏതാ പെർക്കുലേഷൻ, സോയിൽ അതിൻ്റെ പോർ സ്പേസസ് അല്ലേ, ആ പോർ സ്പേസസിനകത്ത് വാട്ടർ ഹോൾഡ് ചെയ്യുകയും അതിനെ എന്ത് ചെയ്യുക ഗ്രാവിറ്റേഷൻ മൂലം ഒഴുകി കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട്. അതും എവിടെ ചെന്ന് അവസാനിക്കുക നമ്മൾ ആ ചിത്രത്തിനകത്ത് കണ്ടിരുന്നു, എവിടെയാ കടലിൽ കൊണ്ടുപോയി. അപ്പോൾ സബ് സർഫസ് റൺ ഓഫ് ഉണ്ട്. ഇനി വെള്ളം വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് ഏതുമായിട്ടാണ് ഭൂഗർഭജലവുമായിട്ടാണ് എത്തുന്നത്. ഭൂഗർഭജലം, ഈ കാണുന്ന ഭൂഗർഭജലവും അവസാനം എവിടേക്ക് തന്നെ എത്തുന്നത്, ഈ കടലിലേക്ക് തന്നെയാണ് എത്തുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ടേംസ് ആണ് റൺ ഓഫ് എന്ന് പറയുക. ഏതാ വാട്ടർ ലോസസ് കഴിഞ്ഞ ശേഷം സർഫസിലൂടെ അല്ലെങ്കിൽ സബ് സർഫസിലൂടെയൊക്കെ ഒഴുകി പോകുന്ന ജലം അതിനെയാണ് റൺ ഓഫ് എന്ന് പറയുക. ഈ റൺ ഓഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സർഫസിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്യുമക് അല്ലേ, ക്യുമക് എന്നുള്ള വാക്കാണ് പറഞ്ഞത്, ക്യുമക്. അതേപോലെ ഇവിടെയും ക്യുമക് തന്നെയാണ് റൺ ഓഫിൻ്റെ യൂണിറ്റ്, സർഫസ് റൺ ഓഫിൻ്റെ യൂണിറ്റ് ക്യുമക് എന്നും. ഇനി സബ് സർഫസ് റൺ ഓഫ് ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ഓഫ് വാട്ടർ, എത്ര ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് ആ ഒരു അളവിലും പറയുന്നുണ്ട്, ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ റൺ ഓഫ് മെഷർ ചെയ്യുന്ന ഇൻ ടേംസ് ഓഫ് ഒന്നുമില്ലെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണ്, ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്യുമക് എന്നുള്ള യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതാണ് ഇനി പറയാൻ പോകുന്ന റൺ ഓഫ്. ഏതാ വാട്ടർ ലോസസ് കഴിഞ്ഞിട്ട് അല്ലേ, വാട്ടർ ലോസസ് എല്ലാം സർഫസിലൂടെ ഒഴുകുന്ന സമയത്ത് വാട്ടർ ലോസസ് എല്ലാം കഴിഞ്ഞ് ബാക്കി സർഫസിലൂടെ ഒഴുകുന്ന വെള്ളമാണെന്ന് പറയുക റൺ ഓഫ് എന്ന് പറയുന്നത് അല്ലേ. എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ഫ്ലോസ് ഓവർ ദ സർഫസ് ഓഫ് എർത്ത് അല്ലേ, എമൗണ്ട് ഓഫ് വാട്ടർ ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് ഏതാ, വിച്ച് ഫ്ലോസ് ഓവർ ദ സർഫസ് ഓഫ് എർത്ത്, സർഫസിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ അളവ്. ഇപ്പോൾ ആഫ്റ്റർ ഓൾ ദ ലോസസ് ഹാവ് ടേക്കൺ പ്ലേസ്, എല്ലാ ലോസസും അതായത് ഈ ഇവാപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നുണ്ട്, ഇവാപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട്, ഈ എല്ലാ ലോസസും കഴിഞ്ഞ ശേഷം സർഫസിലൂടെ ഒഴുകുന്ന വെള്ളമാണ് റൺ ഓഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കാണുന്ന വെള്ളം സർഫസിനകത്ത് ഒഴുകുന്നതോടൊപ്പം ചിലപ്പോൾ ഏതാ നമ്മുടെ സോയിലിനകത്തുള്ള പോറസ് വാട്ടർ കണ്ടന്റ് വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ. ആ പോറസിലൂടെ വാട്ടർ മൂവ് ചെയ്യുന്നുണ്ട്. അതിനെ പെർക്കുലേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു. പെർക്കുലേഷൻ എന്നുള്ള വാക്ക് പറയുന്ന സമയത്ത് ഒപ്പം ഗ്രാവിറ്റേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ആ പോറസിലൂടെ വെള്ളം ഉയർന്ന ഭാഗത്ത് താഴ്ന്ന ഭാഗത്ത് ഇങ്ങനെ അടിയിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന വെള്ളം എവിടേക്ക് എത്തുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ അല്ലേ, ഭൂഗർഭജലവുമായി എത്തിച്ചേരുന്നുണ്ട് അല്ലേ. അതാണ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആഴത്തിലേക്കാണ് ഇറങ്ങുന്നത്, അപ്പോൾ റൺ ഓഫ് മെഷർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ക്യുമക്സിൽ, സർഫസിലൂടെ ഒഴുകുകയാണെങ്കിൽ ക്യുമക് അല്ലേ, ക്യുമക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ക്യുമക് എന്ന് പറയാം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ഓഫ് വാട്ടർ ആണ്, എത്ര ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്, അത് യൂണിറ്റ് പറഞ്ഞാൽ ഇൻ സെൻറ്റിമീറ്റർ ആണ്. അതാണ് അടുത്ത വാചകം പറയുന്നത്, മെഷർഡ് ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ സെൻറ്റിമീറ്റർ or in terms of discharge, discharge flow എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്രത്തോളം ഒഴുകി പോകുന്നുണ്ട്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് ക്യുമക് എന്ന് പറയുന്നത്. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ക്യുമക്. ഇനി റൺ ഓഫിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ്, അതിനെ സർഫസ് റൺ ഓഫ് എന്നും അതേപോലെ തന്നെ സബ് സർഫസ് റൺ ഓഫ് എന്നും അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ, ഇങ്ങനെ മൂന്നായി തിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പറയാം സർഫസ് റൺ ഓഫ് എന്താ, വാട്ടർ ഫ്ലോസ് ഓൺ ദ സർഫസ് ഓഫ് ദ ലാൻഡ് സർഫസിലൂടെ വെള്ളം ഒഴുകുന്നു. ആൻഡ് ഈസ് ഫസ്റ്റ് റീച്ച് ടു ദ സ്ട്രീംസ് ആൻഡ് റിവർ, ആദ്യം പുഴയിലും സ്ട്രീംസിലൊക്കെ അരുവികളിലൊക്കെ എത്തിച്ചേരുന്നു. അതിനുശേഷം ഈ കാണുന്ന വെള്ളം എവിടെയാ, ഫൈനലി ടു ദ സീ, കടലിലേക്ക് എത്തിച്ചേരുന്നു അല്ലേ. അതാണ് സർഫസ് റൺ ഓഫ് എന്ന് പറയാം അല്ലേ. സബ് സർഫസ് റൺ ഓഫ് ഇവിടെ സർഫസ് സോയിൽ അല്ലെങ്കിൽ ഏതാ സോയിൽ വാട്ടർ കണ്ടന്റ് വലിച്ചെടുക്കുക ചെയ്യുന്നത് അല്ലേ, ഇൻഫിൽട്രേറ്റ് ചെയ്യണം. ഏത് അളവിലാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞു, ഏത് അളവിലാണോ വാട്ടർ വലിച്ചെടുക്കുന്നത് ആ അളവാണ് ഇൻഫിൽട്രേഷൻ അല്ലേ. അപ്പോൾ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ആ കാണുന്ന അടിഭാഗത്തുള്ള പോറോസിറ്റി അല്ലേ, സോയിൽ അതിൻ്റെ പോറസിനകത്ത് ആ വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷൻ കാരണം ആ കാണുന്ന വെള്ളത്തെ ഒഴുക്കി കൊണ്ടുപോകുന്നു. ഇതും എവിടെ ചെന്നെത്തിക്കുന്നത്, സ്ട്രീംസിലും റിവേഴ്സിലും, അവസാനം എവിടെയാണ്, ഫൈനലി ടു ദ സീ. ആ ഒരു പോയിന്റാണ് രണ്ടാമത് സബ് സർഫസ് റൺ ഓഫ്. എ പോർഷൻ ഓഫ് precipitation infiltrates into the surface soil ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അല്ലെ, ആൻഡ് ആസ് പെർ ദ ജിയോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദ ബേസിൻ റൺ ആ സബ് സർഫസ് റൺ ഓഫ് ആൻഡ് റീച്ചസ് ദ സ്ട്രീംസ് ആൻഡ് റിവർ. അവസാനം എവിടേക്കാ, സ്ട്രീംസിലും റിവറിലേക്കും, അതിനുശേഷം എവിടേക്കാ, ഫൈനലി ടു ദ സീ. സ്ട്രീംസിലും റിവറിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ചെന്ന് ചേരുന്ന എവിടേക്കാ, കടലിലേക്കാണ്. അതേപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഉണ്ട് അല്ലേ. ആ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു ഈ കാണുന്ന വെള്ളം precipitation താഴേക്ക് പെർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെയാ, ഗ്രൗണ്ട് വാട്ടറായിട്ട് കൂടിച്ചേരുന്നുണ്ട് അല്ലേ. ഇതും എവിടേക്കാണ് അവസാനിക്കുന്നത്, ഫൈനലി കണക്റ്റഡ് ടു ദ സീ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്, പോർഷൻ ഓഫ് precipitation വിച്ച് ആഫ്റ്റർ ഇൻഫിൽട്രേഷൻ അല്ലെ പെർക്കുലേറ്റ്സ് ഡൗൺ, താഴേക്ക് ഇറങ്ങുകയും ആൻഡ് ജോയിൻസ് ദ ഗ്രൗണ്ട് വാട്ടർ റിസർവർ, ഗ്രൗണ്ട് വാട്ടറുമായിട്ട് എന്ത് ചെയ്യുക, ഭൂഗർഭജലവുമായി കൂടിച്ചേരുന്നു. ഇതും എവിടേക്കാണ്, ഫൈനലി കണക്റ്റഡ് ടു ദ സീ.
ഇനി പറയുന്നുണ്ട് ഈ ഗ്രൗണ്ട് വാട്ടർ സ്ട്രീംസിലേക്ക് കൊണ്ടുപോകുന്നതിനെ ബേസ് ഫ്ലോ, അടിയിലുള്ള ഫ്ലോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഗ്രൗണ്ട് വാട്ടർ കോൺട്രിബ്യൂഷൻ ടു ദ സ്ട്രീംസ് ഈസ് നോൺ ആസ് ബേസ് ഫ്ലോ. ഗ്രൗണ്ട് വാട്ടർ കോൺട്രിബ്യൂഷൻ ടു ദ സ്ട്രീംസ് ഈസ് നോൺ ആസ് ബേസ് ഫ്ലോ. ഇങ്ങനെ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രൗണ്ട് വാട്ടർ കോൺട്രിബ്യൂഷൻ ടു ദ സ്ട്രീംസ് ഈസ് നോൺ ആസ് ബേസ് ഫ്ലോ. അപ്പോൾ ഈ ഒരു തരത്തിലാണ് റൺ ഓഫുമായി ബന്ധപ്പെട്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, precipitation ഉണ്ടായതിൻ്റെ കുറച്ച് ഭാഗം സർഫസിലൂടെ ഒഴുകുന്നുണ്ട്, അതിനെയാണ് റൺ ഓഫ് എന്നുള്ള വാക്ക് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവോപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സ്പ്രഷൻ കൊടുക്കാം. ഏതാ? precipitation, evaporation, റൺ ഓഫ്. എന്താ? precipitation-ന്റെ ഒരു ഭാഗം സർഫസിൽ എത്തുന്ന സമയത്ത് ഒഴുകുന്നു, റൺ ഓഫ്. കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു? ഇവോപ്പറേറ്റ് ചെയ്ത് വീണ്ടും വേപ്പറായി മാറുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനാണ് ഹൈഡ്രോളജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് precipitation P ഈക്വൽ ടു ഏതാ? ഇവോപ്പറേഷൻ, കുറച്ച് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നു, ഇവോപ്പറേഷൻ പ്ലസ് ബാക്കിയുള്ള വെള്ളം സർഫസിലൂടെ ഒഴുകുന്നു, റൺ ഓഫ് അല്ലേ. അപ്പോൾ precipitation ഈക്വൽ ടു ഇവോപ്പറേഷൻ പ്ലസ് റൺ ഓഫ് എന്ന് പറയാം. ഇഫ് P is the precipitation, E is the evaporation and R is the runoff, then hydrological cycle is represented by P equal to evaporation plus runoff. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ പെർക്കുലേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞു സോയിൽ അതിൻ്റെ പോറസിനകത്തൂടെ തന്നെ എന്ത് ചെയ്യുക? വാട്ടർ ഫ്ലോ ചെയ്യണം അല്ലേ. ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ അതിനർത്ഥം പെർക്കുലേഷൻ ആണ്. ഓർ പ്രഷർ ഹെഡ്, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ pores of soil due to the force of gravity or pressure head എന്ന് പറയുന്നതാണ് പെർക്കുലേഷൻ എന്നുള്ള വാക്ക്. ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ pores of soil due to the force of gravity or pressure head എന്നുള്ള വാക്കാണ് പെർക്കുലേഷൻ എന്ന് പറയാം. പെർക്കുലേഷൻ. ഇനി അടുത്ത് പറഞ്ഞ കാച്ച്മെന്റ് ഏരിയ ആണ്. കാച്ച്മെന്റ് ഏരിയയുടെ പ്രത്യേകത, ഈ റൺ ഓഫ് സ്ട്രീംസിലോ അല്ലെങ്കിൽ റിസർവോയറിലോ ചെന്ന് എത്തുന്നു അല്ലേ. ഏതാ? പെയ്ത് ഇറങ്ങുന്ന മഴ, ആ മഴ ഏതാ? ഒന്നില്ലെങ്കിൽ സ്ട്രീംസിലേക്കോ അല്ലെങ്കിൽ റിസർവോയറിലേക്കോ എത്തിച്ചേരുന്നു അല്ലേ. അപ്പോൾ ഈ സ്ട്രീംസിലേക്കോ റിസർവോയറിലേക്കോ എത്തിക്കുന്ന ഈ ട്രാക്ട് ഓഫ് ലാൻഡ്, ആ പ്രദേശത്തെ പറഞ്ഞ പേരാണ് കാച്ച്മെന്റ് ഏരിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഏതാ? സ്ട്രീംസിലേക്കോ റിസർവോയറിലേക്കോ വെള്ളം എത്തിക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ റൺ ഓഫ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ, ഒഴുകി വരുന്ന ജലം എവിടെ? സ്ട്രീംസിലേക്കോ റിസർവോയറിലേക്കോ എത്തിക്കുന്നു അല്ലേ. ആ എത്തിക്കുന്ന ഏത് ഭാഗത്തൂടെയാണോ വെള്ളം ഒഴുകുന്നത്, ആ ട്രാക്ട് ഓഫ് ലാൻഡിനെയാണ് കാച്ച്മെന്റ് ഏരിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ കാച്ച്മെന്റ് ബേസിൻ അല്ലെങ്കിൽ ഡ്രൈനേജ് ബേസിൻ എന്ന് പറഞ്ഞു. രണ്ട് തരത്തിലുള്ള കാച്ച്മെന്റ് ഏരിയയാണ് പ്രധാനമായും. ഒന്ന് ഫാൻ ഷേപ്പ്ഡും രണ്ടാമത്തെ ഫേൺ ഷേപ്പ്ഡും. നോക്കാം നമുക്ക് എന്താണ്. ഇവിടെ നോക്കാം. ട്രാക്ട് ഓഫ് ലാൻഡ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ദ എബോവ് റൺ ഓഫ് ഇൻ ടു സ്ട്രീംസ് ഓർ റിസർവോയർ. സ്ട്രീംസിലേക്കോ റിസർവോയറിലേക്കോ ഏതാ റൺ ഓഫ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നതാണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുക. സ്ട്രീംസിലേക്കോ റിസർവോയറിലേക്കോ ഈ പറഞ്ഞ റൺ ഓഫിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയയെ പറഞ്ഞ പേരാണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ വാചകം കേട്ടിട്ടുണ്ട് അല്ലേ. എവിടെയാ? ഇപ്പോൾ റിസർവോയറിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ടല്ലോ അല്ലേ. റിസർവോയറിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. അപ്പോൾ റിസർവോയറിലേക്ക് വെള്ളം എത്തിക്കുന്ന ആ സമയത്ത് ഒരുപാട് പുഴകളും നമുക്കിപ്പോൾ ഡാമിനടുത്ത് തന്നെ ചോദിക്കാം. നമുക്ക് ഈ മലകളിലൂടെ വരുന്ന വെള്ളം പല ഭാഗത്തുള്ള വരുന്ന വെള്ളം, അരുവിയും പുഴയും എല്ലാം ഒരു ഭാഗത്ത് വന്ന് കൂടിച്ചേരുകയാണെങ്കിൽ ആ എല്ലാം കൂടി കൂടിച്ചേരുന്ന ആ ഭാഗത്തെ പ്രദേശത്തെ പറഞ്ഞ പേരാണ് പറയുക കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുക. അപ്പോൾ റൺ ഓഫിനെ സ്ട്രീംസ് ആയിട്ടോ റിസർവോയർ ആയിട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ട്രാക്ട് ഓഫ് ലാൻഡോ പ്രദേശത്തെ പറഞ്ഞ പേരാണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള കാച്ച്മെന്റ് ഏരിയ ആണുള്ളത്. ഒന്ന് ഫാൻ ഷേപ്പ്ഡും രണ്ട് ഫേൺ ഷേപ്പ്ഡ് കാച്ച്മെന്റ്. ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെന്റും അതുപോലെ തന്നെ ഫേൺ ഷേപ്പ്ഡ് കാച്ച്മെന്റ് ആണുള്ളത്. ഇവിടെ നോക്കിക്കോളൂ. അതിന് ഈ കാണുന്ന ചിത്രത്തിനകത്ത് അല്ലേ, ആദ്യത്തെ ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെന്റ് എന്ന് പറയുന്നു. ഇവിടെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഫേൺ ഷേപ്പ്ഡ്. ഇവിടെ ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെന്റ് ആണ് കൂടുതൽ റൺ ഓഫ് ക്യാരി ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോളൂ. എന്താ വെച്ചാൽ ഇതിന്റെ ശാഖകൾ എന്നാണ് പറയുക. ട്രിബ്യൂട്ടറീസ് എന്നുള്ള വാക്ക്, ശാഖകൾ എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ശാഖകൾ കാണുന്നുണ്ട്. ഏതാണ്ട് എല്ലാ ശാഖകളും ഒരേ സൈസാണ്. ഈ കാണുന്ന ശാഖകളെല്ലാം ഒരേ സൈസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ എല്ലാ ഭാഗത്തും വരുന്ന വെള്ളം ഏതിലേക്കാണ്? ഈ കാണുന്നതിലൂടെ കളക്ട് ചെയ്തിട്ട് എവിടെ? ഔട്ട്ലെറ്റ് എവിടേക്കാണ്? ഈ സ്ട്രീംസിലേക്കോ റിസർവോയറിലേക്കോ തള്ളുന്നു. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, ഇതിനകത്ത് വരുന്ന ഈ വെള്ളം, ഈ പ്രദേശം അല്ലേ, ഇതിനകത്ത് ഓരോ ഭാഗത്തൂടെയും വെള്ളം കൊണ്ടുവരുന്നു. ഇതെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എവിടെ? സ്ട്രീംസിലോ റിസർവോയറിലോ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ പറഞ്ഞ പേരാണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഇതിനെ കൂടുതൽ റൺ ഓഫ് ക്യാരി ചെയ്യുന്നു എന്നുള്ള കാര്യം ഈ ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് നോക്കിക്കോളൂ. ഇത് വളരെ ലീഫ് ഷേപ്പ്ഡ് അല്ലേ. ഫേൺ ലീഫ് ഷേപ്പ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫേൺ ലീഫ് ഷേപ്പ്ഡ്, ഒരു ഇലയുടെ രൂപത്തിലാണ് ഈ കാണുന്ന സാധനം അല്ലേ. അതിനകത്ത് നോക്കാം, നേർത്ത ഏരിയ ആണ്. വളരെ കുറഞ്ഞ ഭാഗത്തുള്ള വെള്ളം മാത്രമേ ഇതിനകത്ത് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ട്രിബ്യൂട്ടറീസ് ഒന്നും ഒരേ സെയിം സൈസിലുള്ള അല്ല. ഈ ശാഖകളൊന്നും ഒരേ സൈസിലല്ല. അതുകൊണ്ട് പറയുന്നുണ്ട് ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെന്റ് ആണ് ഏറ്റവും കൂടിയ റൺ ഓഫ് വഹിക്കുന്നത്. ഫാൻ ഷേപ്പ്ഡ്
ഷേപ്പ്ഡ് കാച്ച്മെൻ്റ് ആണ്. ഫേൺ ഷേപ്പ്ഡ് കാച്ച്മെൻറ്റിനേക്കാൾ ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെൻ്റ് ആണ് കൂടുതൽ റൺ ഓഫ് വഹിക്കുന്നത്. ആ ഒരു ഡയലോഗ് ആ ഒരു വാചകം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, fan shaped catchments give greater runoff because tributaries are nearly the same size. ഏതാണ്ടൊക്കെ ഒരേ സൈസിലുള്ള tributaries ആണ്. And therefore time of flow is nearly the same and is smaller. ഇതിലൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ്, അതുപോലെ തന്നെ വളരെ കുറവായിരിക്കും. വെറിൻ ലീഫ് കാച്ച്മെൻറ്റ്സ് ദ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഈസ് മോർ. അല്ലെ, കൂടിയ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരണം, എവിടെ ഔട്ട്ലെറ്റിലേക്ക് കൂടിയ ലെവലിൽ എത്തിച്ചേരണം അല്ലേ. അപ്പോൾ the time of concentration is more since the discharge is distributed over a long period. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്, ഒരുപാട് സമയത്തിന് ശേഷമാണ് ഇവിടെ എത്തുക, ഔട്ട്ലെറ്റിൽ എത്തുക. അപ്പോൾ ഇത്രയും അറിയണ്ടു, ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെൻ്റ് ആണ് കൂടുതൽ റൺ ഓഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെൻ്റ് ആണ് കൂടുതൽ. അപ്പോൾ റൺ ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഏതാ, റൺ ഓഫിനെ എവിടേക്ക് എത്തിക്കുന്നു, സ്ട്രീംസിൽ അല്ലെങ്കിൽ റിസർവോയറിലേക്ക്. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഏരിയയെ പറഞ്ഞ പേരാണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്ന ഹൈഡ്രോളജി അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഏതാ, ആദ്യം വാട്ടറിൻ്റെ ഒക്കറൻസ് പറഞ്ഞു അല്ലേ, അതിനുശേഷം വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ അവസാനം പുഴയിലേക്കും സ്ട്രീംസിലേക്കും അതിനുശേഷം കടലിലേക്കും എത്തിച്ചേരുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ കാണുന്നതിനെ വേപ്പറായിട്ട് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം വീണ്ടും ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു, വീണ്ടും തിരിച്ച് താഴേക്ക് പ്രിസിപ്പിറ്റേഷൻ പോലെ വരുന്നു, വീണ്ടും സർഫസിലൂടെ ഒഴുകുന്നു, റൺ ഓഫ് ഒഴുകുന്നു, കുറച്ച് ഭാഗം ഇവോപ്പറേറ്റ് ചെയ്യുന്നു, വീണ്ടും എവിടെ പുഴയിലും അരുവിയിലൂടെ കടലിലേക്ക് എത്തിച്ചേരുന്നു, വീണ്ടും ഇവോപ്പറേറ്റ്. അപ്പോൾ ഇതൊരു സൈക്കിളാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ അല്ലേ, ഈ ഒരു ടേമിനെയാണ് ഹൈഡ്രോളജി എന്ന് പറയാം. അപ്പോൾ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ എവിടെയാ, എർത്ത് സർഫസിലൂടെയും ബിലോ ദ എർത്ത് സർഫസിലൂടെയും, രണ്ടിലൂടെയും പറഞ്ഞു അല്ലെ. സർഫസ് റൺ ഓഫും സബ് സർഫസ് റൺ ഓഫും പറഞ്ഞല്ലോ അല്ലെ, ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒക്കറൻസ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് ആസ് വെൽ ആസ് ബിലോ ദ എർത്ത് സർഫസ് എന്നുള്ള ടേമാണ് ഹൈഡ്രോളജി അല്ലേ. ഏതാ, വാട്ടറിൻ്റെ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് ആൻഡ് ബിലോ ദ എർത്ത് സർഫസ് എന്ന് പറയുന്നതാണ് ഹൈഡ്രോളജി. സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് ആസ് വെൽ ആസ് ബിലോ ദ എർത്ത് സർഫസ് എന്ന് പറയുന്നതാണ് ഹൈഡ്രോളജി എന്നുള്ള ടേം അല്ലേ. ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് ആസ് വെൽ ആസ് ബിലോ ദ എർത്ത് സർഫസ് അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ, സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് ആസ് വെൽ ആസ് ബിലോ ദ എർത്ത് സർഫസ് അല്ലേ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശാഖയാണ് ഹൈഡ്രോളജി എന്നുള്ള വാക്ക് പറയുന്നത് അല്ലേ. അതേപോലെ ഹൈഡ്രോഗ്രാഫി ഉണ്ട്. ഇവിടെ വാട്ടറിൻ്റെ ഫിസിക്കൽ, ഭൗതിക ഗുണങ്ങളും അതിൻ്റെ അവസ്ഥകളെയും കുറിച്ചാണ് പറയുന്നത്. എർത്ത് സർഫസിനകത്തുള്ള വാട്ടറിൻ്റെ ഭൗതിക സ്വഭാവങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ അവസ്ഥ, കണ്ടീഷൻസ് ഓഫ് വാട്ടർ അല്ലെ, ഏത് രൂപത്തിലാണ്, ലിക്വിഡ് ആണോ അതോ ഫ്രോസൺ ആണോ, അതുമായി ബന്ധപ്പെട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സും അതിൻ്റെ കണ്ടീഷൻസിനെയും കുറിച്ച് പറയുന്നതാണ് ഹൈഡ്രോഗ്രാഫി എന്ന് പറയാം. ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ഭൗതിക ഗുണങ്ങളും അതിൻ്റെ അവസ്ഥകളെയും കുറിച്ച് പറയുന്ന ശാസ്ത്രശാഖയാണ് ഹൈഡ്രോഗ്രാഫി എന്നുള്ള വാക്ക്. ഫിസിക്കൽ ഫീച്ചേഴ്സും ആൻഡ് കണ്ടീഷൻസ് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് എന്ന് പറയുന്നതാണ് ഹൈഡ്രോഗ്രാഫി എന്നുള്ള വാക്ക് പറയുന്നത്. സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ്, അതാണ് ഹൈഡ്രോഗ്രാഫി എന്നുള്ള വാക്ക് പറയുന്നത്. ഏതാ, വാട്ടറിൻ്റെ, എർത്ത് സർഫസിനകത്തുള്ള വാട്ടറിൻ്റെ ഫിസിക്കൽ, ഭൗതിക ഗുണങ്ങളും അതിൻ്റെ അവസ്ഥകളെയും കുറിച്ച് പറയുന്നതാണ് ഹൈഡ്രോഗ്രാഫി എന്ന് പറയാം. ഇനി മെട്രി അല്ലേ. ഇവിടെ മെട്രി എന്നുള്ള വാക്ക് മെഷർമെൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രധാനമായും ഏതാ, മെഷർമെൻറ്റ് ഓഫ് വാട്ടർ, എർത്ത് സർഫസിനകത്തുള്ള മെഷർമെൻറ്റ് ഓഫ് വാട്ടർ, അതാണ് ഹൈഡ്രോമെട്രി എന്ന് പറയാം. അതായത് വാട്ടറിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ച് പറയുന്ന ശാസ്ത്രശാഖയാണ് ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത്. സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ മെഷർമെൻറ്റ് ഓഫ് വാട്ടർ, ഒന്നുകൂടി നോക്കുക. ഹൈഡ്രോളജി, ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ, എവിടെ സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസിലൂടെയും പോകുന്നുണ്ട്, ബിലോ ദ എർത്ത് സർഫസ് അല്ലേ. ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. ഹൈഡ്രോഗ്രാഫി എന്ന് പറയുന്ന സമയത്ത് എർത്ത് സർഫസിനകത്തുള്ള വാട്ടറിൻ്റെ ഭൗതിക ഗുണങ്ങളും അതിൻ്റെ അവസ്ഥകളെയും കുറിച്ച് പറയുന്നതാണ് ഹൈഡ്രോഗ്രാഫി എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതാണ് ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രോളജി, ഹൈഡ്രോഗ്രാഫി, ഹൈഡ്രോമെട്രിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോഗ്രാഫ് അല്ലേ. ഇവിടെ നോക്കിക്കോളൂ, ഹൈഡ്രോഗ്രാഫുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇവിടെ ഒരു റിവറിലേക്ക് വരുന്ന ഡിസ്ചാർജാണ്. ഇവിടെ ഡിസ്ചാർജ് ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. വൈ ആക്സിസിനകത്ത് ഡിസ്ചാർജ് ഇൻ റിവർ
അല്ലെ, ഡിസ്ചാർജ് റിവറിലേക്ക് വരുന്ന ഡിസ്ചാർജ് അല്ലെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ആവാട്ടോ, പ്രിസിപ്പിറ്റേഷൻ്റെ അളവാകും, ഫ്ലോയുടെ അളവാകും. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഫ്ലോ അല്ലെ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ടൈം കാണിച്ചിട്ടുണ്ട് അല്ലെ, അവേഴ്സ് ഫ്രം അല്ലെ, ഒരു നിശ്ചിത സമയം കൊണ്ട് എത്രത്തോളം ഡിസ്ചാർജ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ടൈമും ഈ ഡിസ്ചാർജും തമ്മിലുള്ള ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുക. ഡിസ്ചാർജ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, ഡിസ്ചാർജും ടൈമും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഹൈഡ്രോഗ്രാഫ് എന്നുള്ള വാക്ക് പറയുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ചാർജ് ഓഫ് റിവർ ഇൻ ക്യൂമെക് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈമുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ദിവസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ പറയുന്ന ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ചാർജ് ഓഫ് റിവർ ഇൻ ക്യൂമെക് വിത്ത് ടൈം ഇൻ അവർ ഓർ ഡേയ്സ് എന്ന് പറയുന്നതാണ് ഹൈഡ്രോഗ്രാഫർ. ഇവിടെ ഡിസ്ചാർജ് പ്ലോട്ട് ചെയ്യുന്നത് എവിടെയാ, വൈ ആക്സിസിനകത്തും ടൈം പ്ലോട്ട് ചെയ്യുന്നത് എവിടെയാ, എക്സ് ആക്സിസിനകത്താണ്. അതാണ് അടുത്തൊരു വരി പറയുന്നത്, ഡിസ്ചാർജ് ഈസ് പ്ലോട്ടഡ് ആസ് ഓർഡിനേറ്റ് ആസ് വൈ ആക്സിസ് ആൻഡ് ദ ടൈം ഈസ് പ്ലോട്ടഡ് ആസ് ആബ്സിസ ഇൻ എക്സ് ആക്സിസ് അല്ലേ. ഇനി ഈ ഹൈഡ്രോഗ്രാഫുമായി ബന്ധപ്പെട്ട് ഒരു ടേം കൂടി പഠിക്കുന്നുണ്ട്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ റൺ ഓഫിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഫ്രം എ റെയിൻഫാൾ ഓഫ് യൂണിറ്റ് ഡ്യൂറേഷൻ. ഒരു നിശ്ചിത സമയം കൊണ്ട്, ഒരു യൂണിറ്റ് സമയം കൊണ്ട് 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഒരു യൂണിറ്റ് സമയം കൊണ്ട് 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി നോക്കാം, 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് എവിടെയാ, 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഒരു യൂണിറ്റ് സമയം കൊണ്ട് ഓൺ എ സ്പെസിഫൈഡ് ഏരിയ, ഒരു സ്പെസിഫൈഡ് ഏരിയക്കകത്ത് 1 യൂണിറ്റ് സമയം കൊണ്ട് 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഹൈഡ്രോഗ്രാഫിനെ പറഞ്ഞ പേരാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഈ കാണുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് LK ഷെർമാൻ ആണ്. അപ്പോൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് LK ഷെർമാൻ ആണ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് LK ഷെർമാൻ ആണ്. ഒന്നുകൂടി നോക്കാം, ഹൈഡ്രോഗ്രാഫ് റെപ്രസെൻറ്റിംഗ് 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് അല്ലെ, റൺ ഓഫിൻ്റെ യൂണിറ്റ് അറിയാം ഏതാ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഡിസ്ചാർജ് തന്നെ. ആ 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഫ്രം എ റെയിൻഫാൾ ഓഫ് യൂണിറ്റ് ഡ്യൂറേഷൻ ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഫ്രം എ റെയിൻഫാൾ ഓഫ് യൂണിറ്റ് ഡ്യൂറേഷൻ ആൻഡ് എ സ്പെസിഫിക് ഏരിയ ഡിസ്ട്രിബ്യൂഷൻ. ഓൺ എ സ്പെസിഫിക് ഏരിയ എന്ന് പഠിച്ചാലും മതി, ഓൺ എ സ്പെസിഫിക് ഏരിയ, അതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്ന LK ഷെർമാൻ ആണ്. LK ഷെർമാൻ ആണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. LK ഷെർമാൻ ആണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട് ഇവിടെ ഡിസ്ചാർജ് വിത്ത് ടൈമാണ്, അല്ലെങ്കിൽ റൺ ഓഫ് വിത്ത് ടൈമാണ്. റൺ ഓഫ് എന്ന് പറയാൻ കാരണം റൺ ഓഫിൻ്റെ യൂണിറ്റും നമ്മൾ നേരത്തെ പറഞ്ഞത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഏതാ സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് പറഞ്ഞു അല്ലേ. അപ്പോൾ റൺ ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഡിസ്ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാലും ഹൈഡ്രോഗ്രാഫാണ്. റൺ ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാലും ഡിസ്ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാലും ഹൈഡ്രോഗ്രാഫാണ്. ഇനി രണ്ടാമത്തെ ഹൈറ്റോഗ്രാഫ്. ഈ ഹൈറ്റോഗ്രാഫുമായി ബന്ധപ്പെട്ട് ഇവിടെ നോക്കിക്കോളൂ, ഈ കാണുന്ന ഗ്രാഫിനകത്ത് റെയിൻഫാൾ ഇൻറ്റൻസിറ്റിയാണ് വൈ ആക്സിസിനകത്ത് കാണിച്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ റെയിൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ്. റെയിൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കോളൂ, റെയിൻഫാൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാലേ മഴയുടെ തീവ്രത എന്ന് പറയുന്ന ഫാക്ടർ, ഇപ്പോൾ നമുക്കറിയാം മഴ പെയ്ത് കുറേ വെള്ളം സോയിൽ വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ, ബാക്കിയാണ് സർഫസിലൂടെ ഒഴുകുന്നത് അല്ലേ. അപ്പോൾ സർഫസിലൂടെ ഒഴുകുന്ന വെള്ളമാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ കഴിയുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് ആവറേജ് റെയിൻഫാൾ അല്ലെങ്കിൽ റെയിൻഫാൾ എക്സസ് റേറ്റ്സ് എന്നുള്ള പറയുന്നത്. റെയിൻഫാൾ എക്സസ് റേറ്റ്, ആവറേജ് റെയിൻഫാൾ അല്ലെങ്കിൽ റെയിൻഫാൾ എക്സസ് റേറ്റ്സ് ഏതാ വിത്ത് റെസ്പെക്ട് ടു യൂണിറ്റ് ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ് എന്നുള്ള വാക്ക് പറയുന്നത് അല്ലേ. ഇവിടെ റെയിൻഫാൾ ഡെപ്ത് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ റെയിൻഫാൾ ഡെപ്ത് അല്ലേ, എത്രത്തോളം മഴ പെയ്തു. ഇവിടെ ഡെപ്ത് എന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നല്ലേ കേൾക്കാറ്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എത്ര സെൻറ്റിമീറ്റർ. അപ്പോൾ അതാണ് റെയിൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം, അല്ലെങ്കിൽ പറയുന്നുണ്ട് റെയിൻഫാൾ റേറ്റ്സ്, റെയിൻഫാൾ അല്ലെങ്കിൽ റെയിൻഫാൾ എക്സസ് റേറ്റ്സ് ഓൺ എ യൂണിറ്റ് ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയാം. ഒന്നുകൂടി നോക്കാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആവറേജ് റെയിൻഫാൾ ആൻഡ് റെയിൻഫാൾ എക്സസ് റേറ്റ്. റെയിൻഫാൾ എക്സസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ജലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ഇൻഫിൽട്രേഷൻ അല്ലേ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ പറഞ്ഞ ആവറേജ് റെയിൻഫാൾ, നമ്മൾ മൊത്തം എത്ര മഴ പെയ്തു, ഒരു ആവറേജ് എത്ര മഴ പെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയാ റെയിൻഫാൾ എക്സസ് റേറ്റ്സ് അല്ലേ, ഏതാ റെയിൻഫാൾ എത്ര മഴ പെയ്തു അന്ന് ഇൻഫിൽട്രേഷൻ കുറച്ചിട്ടുള്ള ബാക്കിയുള്ള മഴയുടെ വെള്ളത്തിൻ്റെ അളവ് വിത്ത് റെസ്പെക്ട് ടു ടൈം യൂണിറ്റ് ടൈം
എന്ന് പറയുന്നതാണ്, യൂണിറ്റ് ടൈം ഇൻ്റർവെലിനകത്ത് എത്രത്തോളം മഴ പെയ്തു എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഹൈറ്റോഗ്രാഫ് അല്ലേ. ഒന്നുകൂടി പറയാം, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൈൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം. അപ്പോൾ റൈൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ്. റൈൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ്. റൈൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ്. അതേപോലെ തന്നെ ആവറേജ് റെയിൻഫാൾ ആൻഡ് റെയിൻഫാൾ എക്സസ് റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആവറേജ് റെയിൻഫാൾ, അപ്പോൾ റെയിൻഫാൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ്. ഡിസ്ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നതാണ് ഹൈഡ്രോഗ്രാഫ്. ഡിസ്ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നതാണ് ഹൈഡ്രോഗ്രാഫ്. ഏതാ റെയിൻഫാൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ്. അതേപോലെ തന്നെ ഡിസ്ചാർജിന് പകരം ചിലപ്പോൾ റൺ ഓഫ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാലും ഹൈഡ്രോഗ്രാഫ് തന്നെ. റൺ ഓഫ് വിത്ത് റെസ്പെക്ട് ടു, കാരണം റൺ ഓഫിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡോ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററോ ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാലും ഹൈഡ്രോഗ്രാഫ് തന്നെയാണ് അല്ലേ. 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഓൺ എ യൂണിറ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. ആ കാണുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന് LK ഷർമാനാണ്. ഹൈറ്റോഗ്രാഫിൻ്റെ പ്രത്യേകത റെയിൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം ആണ് അല്ലേ. ആവറേജ് റെയിൻഫാൾ ആൻഡ് റെയിൻഫാൾ എക്സസ് റേറ്റ്സ് ഓൺ എ യൂണിറ്റ് ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. ഓൺ എ യൂണിറ്റ് ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ റെയിൻഫാൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ്. റെയിൻഫാൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ വ്യത്യാസങ്ങൾ. ഇനി ടൈപ്സ് ഓഫ് പ്രിസിപ്പിറ്റേഷൻ. ആദ്യം പറഞ്ഞ സൈക്ലോണിക് പ്രിസിപ്പിറ്റേഷൻ ആണ്. സൈക്ലോണിക് പ്രിസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ലോ പ്രഷർ ഏരിയയിലുള്ള എയർ മാസസും ഹൈ പ്രഷർ ഏരിയ രണ്ടും കൂടി കൺവെർജ് ചെയ്യണം. കൺവെർജ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് സൈക്ലോൺ എന്നുള്ള വാക്ക്, സൈക്ലോണിക് പ്രിസിപ്പിറ്റേഷൻ എന്നുള്ള വാക്ക്. അത് എവിടെ വെച്ചിട്ടാ ലോ പ്രഷർ ഏരിയയിലേക്ക് എത്തിയിട്ട്, അതായത് ഹൈ പ്രഷർ ഏരിയയിലുള്ള എയർ മാസസ് ലോ പ്രഷർ ഏരിയയിലേക്ക് വന്ന് കൺവെർജ് ചെയ്ത് ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷൻ ആണ് സൈക്ലോണിക് പ്രിസിപ്പിറ്റേഷൻ എന്നുള്ള വാക്ക്. റിസൾട്ട്സ് ഫ്രം ലിഫ്റ്റിംഗ് ഓഫ് എയർ മാസസ് കൺവെർജിങ് ഇൻ ടു ലോ പ്രഷർ ഏരിയ അല്ലേ. എയർ ലോ പ്രഷർ ഏരിയയിലേക്ക് ചെന്ന് കൺവെർജ് ചെയ്ത് ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷനാണ് സൈക്ലോണിക് പ്രിസിപ്പിറ്റേഷൻ. ഇപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒറ്റ വാക്ക്, ലോ പ്രഷർ ഏരിയയിൽ കൺവെർജ് ചെയ്ത് ഫോം ചെയ്ത ലോ പ്രഷർ ഏരിയയിലുള്ള എയർ മാസസും ഹൈ പ്രഷർ ഏരിയയിലുള്ള എയർ മാസസും കൂടി കൺവെർജ് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ട് ലോ പ്രഷർ ഏരിയയിൽ അല്ലേ. നമുക്കറിയാലോ ഹൈ പ്രഷർ നിന്ന് ലോ പ്രഷറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വായു സഞ്ചരിക്കുന്നത്. അപ്പോൾ ലോ പ്രഷർ ഏരിയയിൽ വെച്ച് കൺവെർജ് ചെയ്ത് ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷനാണ് സൈക്ലോണിക് പ്രിസിപ്പിറ്റേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി കോൺവെക്റ്റീവ് പ്രിസിപ്പിറ്റേഷൻ. ഇവിടെ സാധാരണ ചൂടുള്ള അല്ലെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള എയർ തണുപ്പുള്ള അല്ലെങ്കിൽ ഹൈ പ്രഷർ ആയിട്ടുള്ള ഏരിയയിൽ ചെന്നിട്ട് ഉണ്ടാവുന്ന പ്രിസിപ്പിറ്റേഷനാണ് കോൺവെക്റ്റീവ് പ്രിസിപ്പിറ്റേഷൻ അറിയാം. ഏതാ ചൂടുള്ള അല്ലെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ ഏരിയയിലുള്ള എയർ, ചൂടുള്ളതും ലോ പ്രഷറുള്ള എയർ എവിടെ ഹൈ പ്രഷർ ഏരിയയിൽ അല്ലെങ്കിൽ കോൾഡർ അല്ലെങ്കിൽ ഡെൻസർ സറൗണ്ടിങ്സിനകത്ത് പോയി ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷനാണ് കോൺവെക്റ്റീവ് പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, കോൺവെക്റ്റീവ് എന്നുള്ള വാക്കിനർത്ഥം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ചൂടുള്ള വായു തണുത്ത പ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷനാണ് കോൺവെക്റ്റീവ് പ്രിസിപ്പിറ്റേഷൻ എന്നുള്ള വാക്ക്. റിസൾട്ട്സ് ഫ്രം നാച്ചുറൽ റൈസിംഗ് ഓഫ് വാമർ ലൈറ്റർ എയർ ഇൻ അപ്പോൾ വാമർ അല്ലെങ്കിൽ ലൈറ്റർ എയർ എവിടെ വെച്ചിട്ടാണ് കോൾഡർ ആൻഡ് ഡെൻസർ സറൗണ്ടിങ്സ് അല്ലേ. തണുപ്പുള്ളതും അല്ലെങ്കിൽ ഡെൻസർ ആയിട്ടുള്ള സറൗണ്ടിങ്സിനകത്ത് അല്ലേ, തണുത്തുള്ള ഹൈ പ്രഷർ ഏരിയയിൽ പോയിട്ട് ഫോം ചെയ്യുന്നതാണ് കോൺവെക്റ്റീവ് പ്രിസിപ്പിറ്റേഷൻ എന്നറിയാം അല്ലേ. ചൂടുള്ള അല്ലെങ്കിൽ തണുത്ത വായു കോൾഡർ ആൻഡ് ഡെൻസർ സറൗണ്ടിങ്സിനകത്ത് പോയിട്ട് ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷനാണ് കോൺവെക്റ്റീവ് പ്രിസിപ്പിറ്റേഷൻ എന്നറിയാം. കോൺവെക്റ്റീവ് പ്രിസിപ്പിറ്റേഷൻ എന്നുള്ള വാക്ക്. അതേപോലെ തന്നെ ഓറോഗ്രാഫിക് പ്രിസിപ്പിറ്റേഷൻ. ഇവിടെ ഓറോഗ്രാഫിക് പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഓറോഗ്രാഫിക് എന്നുള്ള ഏറ്റവും അർത്ഥം ടോപ്പോഗ്രാഫിക്, മുകളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള അർത്ഥമാണ്. ഓറോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ്. ടോപ്പോഗ്രാഫിക് ബാരിയർ എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങൾ, മൗണ്ടെയിൻ, ആ ഭാഗത്താണ് ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷനാണ് ഓറോഗ്രാഫിക് പ്രിസിപ്പിറ്റേഷൻ അല്ലേ. ഇവിടെ ചൂടുള്ള വായു ടോപ്പോഗ്രാഫിക് ബാരിയർ ഉയർന്ന പ്രദേശങ്ങളിൽ പോയി ഫോം ചെയ്യുന്ന പ്രിസിപ്പിറ്റേഷനാണ് ഓറോഗ്രാഫിക് പ്രിസിപ്പിറ്റേഷൻ എന്നറിയാം. ചൂടുള്ള വായു. റിസൾട്ട്സ് ഫ്രം ലിഫ്റ്റിംഗ് ഓഫ് വാം മോയ്സ്ചർ ലാഡൻ എയർ മാസസ് ഡ്യൂ ടു ടോപ്പോഗ്രാഫിക് ബാരിയറിലേക്ക് പോകുന്ന സമയത്ത് ടോപ്പോഗ്രാഫിക് ബാരിയർ കാരണം ഉണ്ടാവുന്ന അവിടെ വെച്ചുണ്ടാവുന്ന പ്രിസിപ്പിറ്റേഷൻ ആണെന്ന് പറയുക ഓർത്തോഗ്രാഫിക് പ്രിസിപ്പിറ്റേഷൻ. ഇത്ര മാത്രം ഓർത്തേക്കുക. സൈക്ലോണിക് പ്രിസിപ്പിറ്റേഷൻ ലോ പ്രഷർ ഏരിയ
ലോ പ്രഷർ ഏരിയയിലേക്ക് കൺവെർജ് ചെയ്തിട്ടാണ് സൈക്ലോണിക് precipitation ഉണ്ടാകുന്നത്. ഈ ഒരു വാചകം മാത്രം ഓർത്ത് വയ്ക്കുക. സൈക്ലോണിക് precipitation ലോ പ്രഷർ ഏരിയയിൽ കൺവെർജ് ചെയ്തിട്ട്, അതായത് ലിഫ്റ്റിംഗ് ഓഫ് എയർ മാസസ് ലോ പ്രഷർ ഏരിയയിൽ കൺവെർജ് ചെയ്തിട്ടാണ് സൈക്ലോണിക് precipitation ഉണ്ടാകുന്നത്. കോൺവെക്റ്റീവ് എന്ന് പറയുമ്പോൾ ചൂടുള്ള വായു തണുത്ത പ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന precipitation ആണ് കോൺവെക്റ്റീവ് precipitation. ഓറോഗ്രാഫിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒപ്പം ഓർത്ത് വയ്ക്കുക ടോപ്പോഗ്രാഫിക് ബാരിയർ അല്ലെങ്കിൽ മൗണ്ടെയിൻ, ആ കാണുന്ന ഭാഗത്ത് ഫോം ചെയ്യുന്ന precipitation ആണ് ഓറോഗ്രാഫിക് precipitation എന്നുള്ള വാക്ക്. ഓറോഗ്രാഫിക് precipitation results from lifting of warm moisture laden air masses due to topographic barrier. ഇത്രയാണ് ടൈപ്സ് ഓഫ് precipitation-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി മെഷർമെന്റ് ഓഫ് റെയിൻഫാൾ ബൈ റെയിൻ ഗേജ് അല്ലേ. ഈ റെയിൻഫാൾ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന റെയിൻ ഗേജുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നോൺ ഓട്ടോമാറ്റിക്കും, രണ്ട് ഓട്ടോമാറ്റിക്കും. നോൺ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നോൺ റെക്കോർഡിംഗ് ആണ്, ഒപ്പം റെക്കോർഡ് ചെയ്യില്ല. മഴ മെഷർമെന്റ് പെയ്യുന്ന സമയത്ത് തന്നെ മെഷർമെന്റ് എടുക്കുന്നില്ല. ഓട്ടോമാറ്റിക്കിനകത്ത് വെള്ളം അതിനകത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എത്രയാണെന്ന് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതാണ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടൈപ്പ്. നോൺ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നോൺ റെക്കോർഡിംഗ് ടൈപ്പ്. അപ്പോൾ റെയിൻഫാൾ മെഷർമെന്റ് എടുക്കുന്നത് റെയിൻ ഗേജ് ഉപയോഗിച്ചിട്ട് രണ്ട് തരം റെയിൻ ഗേജുകളാണ്. ഒന്ന് നോൺ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നോൺ റെക്കോർഡിംഗ് ടൈപ്പ്. നോൺ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നോൺ റെക്കോർഡിംഗ് ടൈപ്പ്, റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. നോൺ ഓട്ടോമാറ്റിക് ഓർ നോൺ റെക്കോർഡിംഗ് ടൈപ്പ്, നോൺ ഓട്ടോമാറ്റിക് ഓർ നോൺ റെക്കോർഡിംഗ് ടൈപ്പ്. അതിന് എക്സാമ്പിൾ ആണ് സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് സൈമൺസ് റെയിൻ ഗേജ് നോക്കിയോളൂ. ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലേ, നോക്കിക്കോളൂ, ആ ചിത്രത്തിനകത്ത് നോക്കിക്കോളൂ. സൈമൺസ് റെയിൻ ഗേജിന്റെ പ്രത്യേകത, അവിടെ ഒരു ഫണല് കാണുന്നുണ്ട്. ഫണല് ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മഴവെള്ളം എത്രയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയുള്ളൂ സിലിണ്ടറിക്കൽ ഒരു ഗ്ലാസ് ബോട്ടിൽ കാണിക്കുന്നത്. സിലിണ്ടറിക്കൽ ഗ്ലാസ് ബോട്ടിലാണ് അല്ലേ. അതിനകത്തൊരു ഫണല് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ റെയിൻ വാട്ടർ ആ ഫണലിലൂടെ കളക്ട് ചെയ്യുന്നു അല്ലേ. അതിനുശേഷം ആ കാണുന്ന ഗ്ലാസ് ബോട്ടിൽ കളക്ട് ചെയ്യുന്ന റെയിൻഫാളിനെ അവിടെ ഒരു മെഷറിംഗ് ജാർ അല്ലെങ്കിൽ ഗ്ലാസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ആ ചിത്രത്തിനകത്ത് അല്ലേ. ആ മെഷറിംഗ് ജാർ അല്ലെങ്കിൽ ഗ്ലാസ്സിനകത്ത് എത്രയാണ് മെഷർമെന്റ് എടുക്കുന്നു. ഇവിടെ റെയിൻഫാൾ മെഷർ ചെയ്യുന്നത് ഓരോ ദിവസം 8:30 മണിക്കാണ്, രാവിലെ 8:30 മണിക്കാണ്. അപ്പോൾ എല്ലാ ദിവസവും 8:30 മണിക്കാണ് ഈ മെഷർമെന്റ് എടുക്കുന്നത്. ഇവിടെ ടോട്ടൽ ഡെപ്ത് ഓഫ് റെയിൻഫാൾ ആണ് കിട്ടുന്നത്, അല്ലാതെ ഇന്റൻസിറ്റി ഓഫ് എത്ര ഡെപ്ത്, എത്ര മഴ പെയ്തു എന്നുള്ള അളവാണ്, അല്ലാതെ മഴയുടെ തീവ്രതയല്ല കിട്ടുന്നത്. മഴ എത്ര പെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് കിട്ടാവുന്നത്. ഈ പോയിന്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്ന് നോക്കിക്കോളൂ, സൈമൺസ് റെയിൻ ഗേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോക്കിക്കോളൂ. കൺസിസ്റ്റ് ഓഫ് സിലിണ്ടറിക്കൽ ഗ്ലാസ് ബോട്ടിൽ. ഏതാ സിലിണ്ടറിക്കൽ ഗ്ലാസ് ബോട്ടിൽ? ഈ കാണുന്ന ഒരു ഗ്ലാസ് ബോട്ടിലുണ്ട്. ആ ഗ്ലാസ് ബോട്ടിലിനകത്ത് ഒരു ഫണൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സോ ഇൻ ദാറ്റ് റെയിൻ ടൈം ദ വാട്ടർ വിൽ ഫില്ലഡ് വിത്ത് ദാറ്റ് ബോട്ടിൽ. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും, വാട്ടർ ഫില്ല് ചെയ്യുന്നു അല്ലേ. ഈ കാണുന്ന വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്തിട്ടുള്ള വാട്ടർ ഇവിടെ മെഷറിംഗ് ജാർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെയിൻഫാളിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാം അല്ലെങ്കിൽ അളവ് മെഷർ ചെയ്യാം. ഇവിടെ നോക്കിക്കോളൂ, റെയിൻ ഫാളിംഗ് ഇൻ ടു ദ ഫണൽ ഈസ് കളക്റ്റഡ് ഇൻ ദ റിസീവർ and is measured in a special measuring glass graduated in mm of rainfall. ഇവിടെ mm-ലാണ് മെഷർമെന്റ് തന്നിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്നതിൽ mm-ലാണ് മെഷർമെന്റ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, റെയിൻഫാൾ മെഷർ ചെയ്യുന്ന ഇതിനകത്ത് ഏതാ, സൈമൺസ് റെയിൻ ഗേജിനകത്ത് mm-ലാണ് മെഷർമെന്റ് എടുക്കുന്നത്. സൈമൺസ് റെയിൻ ഗേജ് അല്ലെങ്കിൽ നോൺ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈമൺസ് റെയിൻ ഗേജിനകത്ത് mm-ലാണ് മെഷർമെന്റ് എടുക്കുന്നത്. ഇപ്പോൾ rainfall is measured every day at 8:30 hours. 8:30 മണിക്ക്, എല്ലാ ദിവസവും 8:30 മണിക്കാണ് റെയിൻഫാൾ മെഷർമെന്റ് എടുക്കുന്നത് അല്ലേ. ഇതിനകത്ത് ഒരു വാചകം കൂടി പറഞ്ഞത്, ഇറ്റ് ഗിവ്സ് ഓൺലി ടോട്ടൽ ഡെപ്ത് ഓഫ് റെയിൻഫാൾ. എത്ര മഴ പെയ്തു എന്നുള്ള അളവാണ്, അല്ലാതെ മഴയുടെ ഇന്റൻസിറ്റി തീവ്രതയല്ല പറയുന്നത്. എത്ര സെന്റിമീറ്റർ മഴ പെയ്തു അല്ലെങ്കിൽ എത്ര മഴ പെയ്തു എന്നുള്ള അളവ് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് അല്ലെങ്കിൽ സൈമൺസ് റെയിൻ ഗേജ്. നോൺ റെക്കോർഡിംഗ് ടൈപ്പിന്റെ പ്രത്യേകത, നമുക്ക് ഇതിനകത്ത് വരുന്ന സമയത്ത് നോൺ റെക്കോർഡിംഗ് എന്നുള്ള പറയുന്ന സമയത്ത് മഴ പെയ്തിട്ട് അതിനുശേഷം ഇതിനകത്ത് ഈ ജാറിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ള വെള്ളം പിന്നീട് നമ്മൾ മെഷറിംഗ് ജാർ ഉപയോഗിച്ചിട്ട് മെഷർമെന്റ് എടുക്കുകയാണ്. അതുകൊണ്ടാണ് നോൺ റെക്കോർഡിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. സൈമൺസ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ്, സൈമൺസ് റെയിൻ ഗേജ് എന്നുള്ള നോൺ റെക്കോർഡിംഗ് ടൈപ്പ്. ഒന്നുകൂടി നോക്കിയോളൂ, സൈമൺസ് നോൺ ഓട്ടോമാറ്റിക് നോൺ റെക്കോർഡിംഗ് ടൈപ്പാണ് സൈമൺസ് റെയിൻ ഗേജ്. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നോൺ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നോൺ റെക്കോർഡിംഗ് ടൈപ്പാണ് സൈമൺസ് റെയിൻ ഗേജ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഓർ റെക്കോർഡിംഗ് ടൈപ്പ്, ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടൈപ്പ്
ഇതിനെ പറഞ്ഞവർ വെയിങ് ബക്കറ്റ് എന്നാണ്, വെയിങ് ബക്കറ്റ് ടൈപ്പ് എന്നാണ്, വെയിങ് ബക്കറ്റ് റെയിൻ ഗേജ്. അതേപോലെ തന്നെ ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്, ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്, വെയിങ് ബക്കറ്റ് റെയിൻ ഗേജ് അല്ലെങ്കിൽ ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്. ഇപ്പോൾ ഇതിനകത്ത് മഴവെള്ളം കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അത് എത്രയാണ് മഴ പെയ്തു എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് റെക്കോർഡിംഗ് ടൈപ്പ് എന്ന് പറയാനുള്ള കാരണം മഴ പെയ്യുമ്പോൾ തന്നെ എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്ന് നമുക്ക് മെഷർമെൻറ്റ് കിട്ടും. അതേപോലെ തന്നെ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ്, ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് ഇതിനകത്ത് ഇവിടെ കാണുന്നത് ഗ്രാഫ് ഫിക്സ്ഡ് ഓൺ ഡ്രം. അതായത് ഈ ഫ്ലോട്ട് ടൈപ്പിനകത്ത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ഒപ്പം ഈ ഗ്രാഫിനകത്ത് റീഡിങ്സ് കാണിച്ചു തരും. റീഡിങ്സ് ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് ഈ കാണുന്ന ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നതിനെ മാസ് കർവ് ഓഫ് റെയിൻഫാൾ എന്നാണ് പറയുക. മാസ് കർവ് ഓഫ് റെയിൻഫാൾ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജിനകത്ത് മഴ പെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ കാണുന്ന ഗ്രാഫിനകത്ത് ഒരു കർവ് ഒപ്പം വരച്ചെടുക്കും. ആ കർവിനെ പറഞ്ഞ പേരാണ് മാസ് കർവ് ഓഫ് റെയിൻഫാൾ എന്ന് പറയുക. ഈ ഗ്രാഫിൽ ലഭിക്കുന്ന ആ കർവിനെ പറഞ്ഞ പേരാണ് മാസ് കർവ് ഓഫ് റെയിൻഫാൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടൈപ്പിനകത്ത് വെയിങ് ബക്കറ്റ് റെയിൻ ഗേജ്, ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ് അല്ലെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ്. ഇനി ഈ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ്. ഈ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജിൻ്റെ പ്രത്യേകത ഈ കാണുന്ന ഗ്രാഫിനകത്ത് ഓട്ടോമാറ്റിക്കലി മഴ പെയ്യുന്ന സമയത്ത് ആ അളവ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്യുന്നുണ്ട്. ആ കാണുന്ന കർവിനെ പറഞ്ഞ പേരാണ് മാസ് കർവ് ഓഫ് റെയിൻഫാൾ എന്ന് പറയുക. മാസ് കർവ് ഓഫ് റെയിൻഫാൾ ഒന്നുകൂടി പറയാം. വെയിങ് ബക്കറ്റ് റെയിൻ ഗേജ്, ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്, അതുപോലെ തന്നെ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ്, ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ് ഇത്രയും പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കോളൂ. ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടൈപ്പിനകത്ത് വെയിങ് ബക്കറ്റ് റെയിൻ ഗേജ്, അതുപോലെ തന്നെ ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്, ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ്, ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ്. ആ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജിൻ്റെ പ്രത്യേകത അതിനകത്ത് ഗ്രാഫ് അല്ലേ, നമ്മൾ മഴവെള്ളം കളക്ട് ചെയ്യുന്നതോടൊപ്പം ആ ഗ്രാഫിനകത്ത് മാർക്കിംഗ് ഉണ്ടാവും, കർവ് മാർക്ക് ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് കിട്ടുന്ന ആ കർവിനെ പറഞ്ഞ പേരാണ് മാസ് കർവ് ഓഫ് റെയിൻഫാൾ എന്ന് പറയുക. ഇൻ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് curve obtained on the graph is mass curve of rainfall. In float type rain gauge curve obtained on the graph is mass curve of rainfall. അപ്പോൾ നോൺ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ആണ് സൈമൺസ് റെയിൻ ഗേജ്. ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടൈപ്പ് ആണ് വെയിങ് ബക്കറ്റ് റെയിൻ ഗേജ് അല്ലെങ്കിൽ ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ് അല്ലെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ്. ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജിൻ്റെ വേറൊരു പേരാണ് സൈഫൺ റെയിൻ ഗേജ്. ഇപ്പോൾ വെയിങ് ബക്കറ്റ് റെയിൻ ഗേജ്, ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്, ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ്. ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജിനകത്ത് ലഭിക്കുന്ന കർവിനെ പറഞ്ഞ പേരാണ്, ഗ്രാഫിനകത്ത് കാണുന്ന കർവിനെ പറഞ്ഞ പേരാണ് മാസ് കർവ് ഓഫ് റെയിൻഫാൾ. മാസ് കർവ് ഓഫ് റെയിൻഫാൾ. ഇത്രയാണ് മെഷർമെൻറ്റ് ഓഫ് റെയിൻഫോളുമായി റെയിൻ ഗേജ് വെച്ചിട്ടുള്ള മെഷർമെൻറ്റ് ഓഫ് റെയിൻഫോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ നോക്കിയോ. ഇവിടെ പറയുന്നുണ്ട് ആദ്യത്തെ മെത്തഡ് ബൈ അരിത്തമെറ്റിക് ആവറേജ് മെത്തഡ്. അരിത്തമെറ്റിക് ആവറേജ് മെത്തഡ് ഇവിടെ എങ്ങനെ കണ്ടുപിടിച്ചാൽ ഒരു നമ്മൾ 500 സ്ക്വയർ കിലോമീറ്റർ താഴെയുള്ള ഏരിയ ആണെങ്കിൽ, 500 കിലോമീറ്റർ താഴെയുള്ള ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ കാച്ച്മെൻറ്റ് ഏരിയ ആണെങ്കിൽ 500 കിലോമീറ്റർ സ്ക്വയറിൽ താഴെയുള്ള ഏരിയ ആണെങ്കിൽ ഇവിടെ ടോട്ടൽ ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ ആണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ 500 സ്ക്വയർ കിലോമീറ്ററിനകത്ത് പല ഭാഗങ്ങളിലായിട്ട് റെയിൻ ഗേജ് സ്ഥാപിച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ആലോചിക്കുക, ഒരു പഞ്ചായത്തിനടുത്ത് ഒരു 10 സ്ഥലങ്ങളിൽ ഈ റെയിൻ ഗേജ് സ്ഥാപിച്ചിട്ടുണ്ട് വിചാരിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഈ നോൺ ഓട്ടോമാറ്റിക് റെയിൻ ഗേജിനകത്ത് ടോട്ടൽ നമ്മളെ മഴ വെള്ളത്തിൻ്റെ അളവാണ്, റെയിൻഫോൾ ഡെപ്താണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെ ഇപ്പോൾ 10 നമ്മുടെ പഞ്ചായത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്കകത്ത് ഒരു ജില്ല വയ്ക്കാം. ഒരു ജില്ലയ്ക്കകത്ത് അപ്പോൾ 10 പഞ്ചായത്തിനകത്ത് നമ്മളിങ്ങനെ 10 ഭാഗത്തായിട്ട് റെയിൻ ഗേജ് സ്റ്റേഷൻ റെയിൻ ഗേജ് വെച്ചിട്ടുണ്ട്. ഓരോ റെയിൻ ഗേജിലും എത്ര മഴവെള്ളം കളക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഓരോ റെയിൻ ഗേജിലെയും ഈ മഴവെള്ളത്തിൻ്റെ ഡെപ്തുകൾ നമ്മൾ കൂട്ടുക. അപ്പോൾ ടോട്ടൽ റെയിൻഫോൾ കിട്ടും. ഡിവൈഡ് ബൈ നമ്പർ ഓഫ്, നമുക്ക് ആവറേജ് അല്ലേ കണക്കാക്കേണ്ടത്. ആവറേജ് കണക്കാക്കാൻ എന്താ ചെയ്യേണ്ടത്, 10 സ്റ്റേഷനിലെയും ടോട്ടൽ ഡെപ്ത് ഓഫ് റെയിൻഫോൾ കണക്കാക്കുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ കിട്ടും. ഒന്നുകൂടി നോക്കാം. യൂസ്ഫുൾ വെൻ ദ ഏരിയ ഓഫ് ബേസിൻ ഈസ് ലെസ് ദാൻ 500 സ്ക്വയർ കിലോമീറ്റർ. 500 സ്ക്വയർ കിലോമീറ്റർ താഴെയുള്ള ഏരിയയിലാണ് അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. 500 സ്ക്വയർ മീറ്റർ താഴെയുള്ള ഏരിയയിലാണ് അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ്. അപ്പോൾ എന്താ ഇങ്ങനെയത് ഞാൻ പറഞ്ഞു, ഒരു പഞ്ചായത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്കകത്ത് ഒരു 10 ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഈ റെയിൻ ഗേജ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റേഷനിലും എത്രത്തോളം മഴ ലഭിക്കുന്നു എന്ന് കണക്കാക്കുന്നു. ഈ 10 സ്റ്റേഷനിലെയും കിട്ടിയ മഴയെ നമ്മൾ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻ വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ കിട്ടും അല്ലേ. അതിനാണ് ആവറേജ് കണക്കാക്കുന്നത്. ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ ഇവിടെ ടോട്ടൽ റെയിൻഫോൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻ അല്ലേ. ഇതാണ് അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ്.
അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേഷനിൽ 5 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ സ്റ്റേഷനിൽ ഒരു 6 സെൻറ്റിമീറ്റർ, മൂന്നാമത്തെ സ്റ്റേഷനിൽ 3 സെൻറ്റിമീറ്റർ വയ്ക്കും. ഈ 3 സ്റ്റേഷനാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഡെപ്ത് ഓഫ് റെയിൻഫാൾ എന്ന് പറയുമ്പോൾ 5 6 11 3 14. 14 ഡിവൈഡഡ് ബൈ എത്ര സ്റ്റേഷൻ ഉണ്ടായിരുന്നു? 3. 14/3. അതാണ് ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫാൾ. അപ്പോൾ അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡിനകത്ത് ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫാൾ ആണ് കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ ബൈ തൈസൺസ് പോളിഗൺ മെത്തേഡ്. തൈസൺസ് പോളിഗൺ എന്ന് പറയുമ്പോൾ അവിടെ ഏരിയയും കൂടി എടുക്കും. ഈ പറഞ്ഞ ഇപ്പം നമ്മളിപ്പോൾ 3 ഭാഗം ഒരു ജില്ലയെ 3 ആയിട്ട് തിരിക്കുന്നതായിരിക്കും. 3 ഭാഗങ്ങളായി തിരിച്ചു. ആ 3 ഭാഗത്തെയും ഏരിയ, അതിന് ചുറ്റുള്ള ഏരിയ നമ്മളൊരു പോളിഗണാക്കി മാറ്റുക. കാണുന്ന ചിത്രത്തിന് പോളിഗണാക്കി മാറ്റുക. എന്നിട്ട് ആ 3 ഭാഗത്തെയും ഏരിയ കണക്കാക്കുക. അവിടെ വെച്ചിട്ടുള്ള പ്രിസിപ്പിറ്റേഷൻ മെഷർ ചെയ്യുക. എന്നിട്ട് ഇവിടെ നോക്കിക്കോളൂ. തൈസൺ പോളിഗൺ മെത്തേഡിനകത്ത് പറയുന്നുണ്ട് ഏതാ ബേസിൻ, കാച്ച്മെന്റ് ബേസിൻ 500-നും 5000 സ്ക്വയർ കിലോമീറ്ററിനും ഇടയിലാണെങ്കിൽ തൈസൺസ് പോളിഗൺ മെത്തേഡ് ഉപയോഗിക്കുന്നു. 500-നും 5000 സ്ക്വയർ കിലോമീറ്ററിനും ഇടയിലാണെങ്കിൽ തൈസൺസ് പോളിഗൺ മെത്തേഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ, ഓരോ ഭാഗത്തെ ആ 3 സ്ഥലത്തെയും ഏരിയയും കണക്കാക്കണം, 3 സ്ഥലത്തെയും ഡെപ്ത് ഓഫ് റെയിൻഫാളും കണക്കാക്കണം. എന്നിട്ട് അതിൻ്റെ ആവറേജ് കണക്കാക്കാം. അതായത് ആവറേജ് റെയിൻഫാൾ ഈക്വൽ ടു A1 P1 പ്ലസ് A2 P2 പ്ലസ് അങ്ങനെ എത്ര സ്റ്റേഷൻ ഉണ്ടോ അത്രയും ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിക്കോളൂ. ഒന്നാമത്തെ ഏരിയ ഇപ്പോൾ ഒരു 500 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ഏരിയ, ഒരു 600 സ്ക്വയർ മീറ്റർ ഉള്ള ഏരിയ, ഒരു 700 സ്ക്വയർ മീറ്റർ ഉള്ള ഏരിയ, അങ്ങനെ വയ്ക്കാം. 500 സ്ക്വയർ മീറ്റർ ഉള്ള ഏരിയയാണ് A1, അവിടെ പെയ്യുന്ന മഴയുടെ അളവാണ് P1 അല്ലേ. 600 സ്ക്വയർ മീറ്റർ സ്ഥലമുള്ള ഏരിയ, അവിടെ പെയ്യുന്ന മഴയുടെ അളവാണ് P2 അല്ലേ. പ്ലസ് 700 സ്ക്വയർ മീറ്ററുള്ള സ്ഥലത്തുള്ള ഏരിയ പ്ലസ് അവിടെ പെയ്യുന്ന മഴയാണ് Pn എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ A1 പ്ലസ് P1 പ്ലസ് A2 പ്ലസ് A1 ഇൻറ്റു P1 പ്ലസ് A2 ഇൻറ്റു P2 പ്ലസ് A3 ഇൻറ്റു P3 ഡിവൈഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റെയിൻഫാൾ കിട്ടും. അതാണ് തൈസൺസ് പോളിഗൺ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന 500-നും 5000 സ്ക്വയർ മീറ്ററിനും ഇടയിലുള്ള 5000 സ്ക്വയർ കിലോമീറ്ററിനും ഇടയിലുള്ള സ്ഥലത്താണ് തൈസൺസ് പോളിഗൺ മെത്തേഡ് ഉപയോഗിക്കുന്നത്, കൂടിയ ഏരിയയിൽ അല്ലേ. അരിത്തമെറ്റിക്കൽ ആവറേജ് മെത്തേഡ് 500 സ്ക്വയർ കിലോമീറ്റർ താഴെയുള്ള സ്ഥലങ്ങളിലാണ് അരിത്തമെറ്റിക്കൽ ആവറേജ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഐസോഹൈറ്റ് മെത്തേഡ്. ഐസോഹൈറ്റിൻ്റെ പ്രത്യേകത ഈക്വൽ ഡെപ്ത് ഓഫ് പ്രിസിപ്പിറ്റേഷനെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഐസോഹൈറ്റ് എന്ന് പറയാം. ഈക്വൽ ഡെപ്തുള്ള പ്രിസിപ്പിറ്റേഷനെ തമ്മിൽ എന്ത് ചെയ്യും, യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനാണ് ഐസോഹൈറ്റ് എന്നുള്ള വാക്ക്. ഐസോഹൈറ്റിൻ്റെ പ്രത്യേകത ഈക്വൽ ഡെപ്ത് ഓഫ് പ്രിസിപ്പിറ്റേഷൻ അല്ലേ, തുല്യ അളവിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോഹൈറ്റ് ലൈൻ എന്ന് പറയുന്നത്. തുല്യ അളവിലുള്ള മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഐസോഹൈറ്റ്. ഇനി ആ ഹൈറ്റ്, ഇതിൽ ഏറ്റവും മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഐസോഹൈറ്റ് മെത്തേഡ്. നമ്മൾ കോണ്ടൂർ പോലെ തന്നെയാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ, കോണ്ടൂറിങ് പോലെ തന്നെയാണ്. അപ്പോൾ ഐസോഹൈറ്റ് line represent a line joining the points of equal depth of precipitation. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ ഡെപ്ത് ഓഫ് പ്രിസിപ്പിറ്റേഷൻ തുല്യ അളവിൽ പ്രിസിപ്പിറ്റേഷൻ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു ലൈനാണ് ഐസോഹൈറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നതും ഐസോഹൈറ്റ് മെത്തേഡാണ്. ഈ 3 മെത്തേഡിലെ ഏറ്റവും അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നതും ഐസോഹൈറ്റ് മെത്തേഡാണ്. അപ്പോൾ ഈക്വൽ ഡെപ്ത് ഓഫ് പ്രിസിപ്പിറ്റേഷൻ തുല്യ അളവിലുള്ള മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോഹൈറ്റ്. തുല്യ അളവിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന പോയിന്റ്സുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഐസോഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ കമ്പ്യൂട്ടിംഗ് ആവറേജ് റെയിൻഫാൾ ഓവർ ആൻ ഏരിയ എന്ന് പറയുന്നത് 3 മെത്തേഡാണ്. ഒന്ന് അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ്, അതിനകത്ത് ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫാൾ ആണ് കണക്കാക്കിയത്. തൈസൺസ് പോളിഗൺ മെത്തേഡ്, അതിനകത്ത് ആവറേജ് റെയിൻഫാൾ ആണ്. മൂന്നാമത്തെ ഐസോഹൈറ്റൽ മെത്തേഡ് അല്ലേ. ഐസോഹൈറ്റൽ മെത്തേഡിനകത്ത് ഈക്വൽ ഡെപ്ത് ഓഫ് പ്രിസിപ്പിറ്റേഷനെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു ഇമാജിൻ ലൈനാണ്. മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഐസോഹൈറ്റൽ മെത്തേഡാണ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഹൈഡ്രോളജിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നുകൂടി നോക്കാം. ഹൈഡ്രോളജിയുമായി ബന്ധപ്പെട്ട് പ്രധാന ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ എർത്ത് വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ അല്ലെ വാട്ടർ അറ്റ്മോസ്ഫിയറിൽ വേപ്പറായിട്ട് സർഫസിലായിട്ട് വാട്ടറായിട്ടും അല്ലെ ബിലോ സർഫസ് എന്ന് പറയുന്നത് ഏതാ ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് അല്ലെ. ഈ സർഫസ് സോഴ്സ് എന്നുള്ള വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ നിന്നും വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിനെ ട്രാൻസ്പിരേഷൻ എന്ന് പറയുക. പ്ലാന്റ്സിൽ നിന്നും അതിന് ചുറ്റുള്ള സോയിൽ നിന്നും വാട്ടർ നഷ്ടപ്പെട്ടു പോകുന്നതിനാണ് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഈ നഷ്ടപ്പെട്ടു പോയ വാട്ടർ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഇൻ ദ ഫോം ഓഫ് വേപ്പർ ആയിരിക്കും. ആ വേപ്പറിന് കണ്ടൻസേഷൻ സംഭവിച്ചൊരു ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു. ആ ക്ലൗഡ്സ് ലിക്വിഡ് പ്രിസിപ്പിറ്റേഷൻ ആയിട്ടും ഫ്രോസൺ പ്രിസിപ്പിറ്റേഷൻ ആയിട്ടും മാറുന്നു. ആ ലിക്വിഡ് പ്രിസിപ്പിറ്റേഷനകത്തുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസ് 0.5 mm താഴെയാണെങ്കിൽ ഡ്രിസിൽ എന്ന് പറയുന്നു. അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത്. സൈക്രോമീറ്റർ ഒരുതരം ഹൈഗ്രോമീറ്റർ ആണ്. അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നു.
റൺ ഓഫിൻ്റെ പ്രത്യേകത ഈ precipitation precipitation ഒരു ഭാഗം സർഫസിലൂടെ ഒഴുകുന്നു അല്ലേ, മറ്റുള്ള ലോസസ് എല്ലാം വാട്ടർ ലോസസ് എല്ലാം ഒഴിവാക്കിയിട്ട് സർഫസിലൂടെ ഒഴുകുന്നു, അതാണ് റൺ ഓഫ് എന്ന് പറയുക. അത് സർഫസിലൂടെ മാത്രമല്ല കുറച്ച് വെള്ളം എവിടേക്ക് താഴേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്, എവിടേക്ക് സബ് സർഫസിലേക്കും ഗ്രൗണ്ട് വാട്ടറിലേക്കും ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. സർഫസ് റൺ ഓഫ് ആണെങ്കിലും സബ് സർഫസ് റൺ ഓഫ് ആണെങ്കിലും ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ആണെങ്കിലും അത് ഫൈനൽ സ്ട്രീംസിലേക്കും റിവറിലേക്കും അതിനുശേഷം എവിടേക്കാണ് കടലിലേക്കും എത്തിച്ചേരുന്നു. ഇനി റൺ ഓഫ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ സെൻറ്റിമീറ്ററാണ് റൺ ഓഫ് മെഷർ ചെയ്യുന്നത്. സർഫസ് റൺ ഓഫ്, സബ് സർഫസ് റൺ ഓഫ്, ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. ആ ഗ്രൗണ്ട് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ കോൺട്രിബ്യൂഷൻ സ്ട്രീം എന്ന് പറയുന്നതാണ് ബേസ് ഫ്ലോ എന്നാണ് പറഞ്ഞത്. പിന്നെ ഹൈഡ്രോളജിക്കൽ എക്സ്പ്രഷൻ ആണ് അവിടെ precipitation ഈക്വൽ ടു ഇവോപ്പറേഷൻ പ്ലസ് റൺ ഓഫ് ആണ്. പെർക്കുലേഷൻ്റെ പ്രത്യേകത സോയിൽ അതിൻ്റെ പോറസിനകത്തൂടെ വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നതാണ് പെർക്കുലേഷൻ എന്നുള്ള വാക്ക്. ഇനി കാച്ച്മെൻറ്റ് ഏരിയ, റൺ ഓഫിനെ സ്ട്രീംസ് അല്ലെങ്കിൽ റിസർവോയിലേക്ക് എത്തിക്കുന്ന ആ പ്രദേശമാണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാച്ച്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ കാച്ച്മെൻറ്റ് ബേസിൻ അല്ലെങ്കിൽ ഡ്രൈനേജ് ബേസിൻ എന്ന് പറയുന്നു. രണ്ട് തരത്തിലുള്ള കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്, ഫാൻ ഷേപ്പ്ഡും ഫേൺ ഷേപ്പ്ഡ് കാച്ച്മെൻറ്റും. ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെൻറ്റ് പ്രത്യേകത അതിൽ ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെൻറ്റിലാണ് കൂടുതൽ റൺ ഓഫ് കിട്ടുന്നത്, കാരണം ട്രിബ്യൂട്ടറീസ് എല്ലാം ഏതാണ്ട് ഒരേ സൈസ് ആയതുകൊണ്ട്. ഫേൺ ലീഫ് ഷേപ്പ്ഡ് കാച്ച്മെൻറ്റിനേക്കാൾ കൂടുതൽ റൺ ഓഫ് ക്യാരി ചെയ്യുന്നത് ഫാൻ ഷേപ്പ്ഡ് കാച്ച്മെൻറ്റ് ആയിരിക്കും. ഹൈഡ്രോളജി അതിൻ്റെ പ്രത്യേകത ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് സർഫസ് ആസ് വെൽ ആസ് ബിലോ ദ എർത്ത് സർഫസ് എന്ന് പറയുന്നതാണ് ഹൈഡ്രോളജി. ഹൈഡ്രോഗ്രാഫിയുടെ പ്രത്യേകത എർത്ത് സർഫസിനകത്തുള്ള വാട്ടറിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് കണ്ടീഷനാണ്. ഹൈഡ്രോമെട്രിയുടെ പ്രത്യേകത മെഷർമെൻറ്റ് ഓഫ് വാട്ടർ മെഷർമെൻ്റ് ആണ് ഹൈഡ്രോമെട്രി എന്ന് പറയുന്നത്. ഹൈഡ്രോഗ്രാഫിൻ്റെ പ്രത്യേകത ഡിസ്ചാർജ് വൈ ആക്സിസിനകത്തും ടൈം എക്സ് ആക്സിനകത്തും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് അല്ലെ. ഡിസ്ചാർജ് വിത്ത് ടൈം എന്ന് പറഞ്ഞ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഹൈഡ്രോഗ്രാഫ്. 1 സെൻറ്റിമീറ്റർ റൺ ഓഫ് ഓൺ എ യൂണിറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന LK ഷെർമാൻ ആണ്. അതേപോലെ തന്നെ റെയിൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. റെയിൻഫാൾ ഇൻറ്റൻസിറ്റി വിത്ത് ടൈം എന്ന് പറയുന്നതാണ് ഹൈറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. precipitation സൈക്ലോണിക് precipitation അല്ലേ, ഈ എയർ മാസസ് ലോ പ്രഷർ ഏരിയയിൽ വന്ന് കൺവെർജ് ചെയ്തിട്ടാണ് സൈക്ലോണിക് precipitation ഉണ്ടാവുന്നത്. കോൺവെക്റ്റീവ് precipitation പ്രത്യേകത ഈ ചൂടുള്ളതും ലൈറ്റർ ആയിട്ടുള്ള എയർ കോൾഡർ ആൻഡ് ഡെൻസർ സറൗണ്ടിങ്ങിൽ വന്നിട്ട് ഉണ്ടാവുന്നതാണ് കോൺവെക്റ്റീവ് precipitation. ടോപ്പോഗ്രാഫിക് ബാരിയറിൽ ഉണ്ടാവുന്നതാണ് ഓറോഗ്രാഫിക് precipitation അല്ലെ, പർവ്വതങ്ങളുടെ ഭാഗങ്ങളിൽ ഫോം ചെയ്യുന്നതാണ് ഓറോഗ്രാഫിക് precipitation എന്ന് പറയാം. ഇനി മെഷർമെൻറ്റ് ഓഫ് റെയിൻഫാൾ, മെഷർമെൻറ്റ് ഓഫ് റെയിൻഫാളിൻ്റെ പ്രത്യേകത സൈമൺസ് നോൺ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നോൺ റെക്കോർഡിംഗ് ടൈപ്പ്, സൈമൺസ് റെയിൻ ഗേജ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സൈമൺസ് റെയിൻ ഗേജിൻ്റെ പ്രത്യേകത അല്ലെ, എല്ലാ ദിവസവും എത്ര മണിക്കാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടൈപ്പ് വെയിങ് ബക്കറ്റ് റെയിൻ ഗേജ്, ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ്, ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് അല്ലെങ്കിൽ സൈഫൺ റെയിൻ ഗേജ്. ഈ ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജിനകത്ത് ഗ്രാഫിനകത്ത് കിട്ടുന്ന ആ കർവിനെ പറഞ്ഞ പേരാണ് മാസ് കർവ് ഓഫ് റെയിൻഫാൾ എന്ന് പറയുന്നത്. മാസ് കർവ് ഓഫ് റെയിൻഫാൾ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ പറയുന്നത് ഈ കമ്പ്യൂട്ടിംഗ് ആവറേജ് റെയിൻഫാൾ ഓവർ ആൻ ഏരിയ, അത് അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ്. അതിനകത്ത് ആവറേജ് ഡെപ്ത് ഓഫ് റെയിൻഫാൾ ആണ് ടോട്ടൽ റെയിൻഫാൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻ. രണ്ടാമത്തെ മെത്തേഡ് ബൈ തൈസൺസ് പോളിഗൺ മെത്തേഡാണ് അല്ലെ. ബേസിൻ്റെ ഏരിയ 500-നും 5000 സ്ക്വയർ കിലോമീറ്ററിനും ഇടയിലുള്ള പ്രദേശത്താണ് തൈസൺസ് പോളിഗൺ മെത്തേഡ് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗത്തെ ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആവറേജ് റെയിൻഫാൾ കണ്ടുപിടിക്കാൻ A1 P1 പ്ലസ് A2 P2 പ്ലസ് എക്സെട്ര ടു AN PN ഡിവൈഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര ടു AN. ഐസോഹൈറ്റൽ മെത്തേഡ് അതിൻ്റെ പ്രത്യേകത ഈക്വൽ ഡെപ്ത് ഓഫ് precipitation ഉള്ള സ്ഥലങ്ങളിൽ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോഹൈറ്റൽ മെത്തേഡ് എന്ന്. മോസ്റ്റ് അക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നതും ഐസോഹൈറ്റൽ മെത്തേഡാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഞാൻ കവർ ചെയ്ത്. നിങ്ങൾ ഒന്നുകൂടി കേട്ട് നോക്കുക. കുറച്ച് ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരിക്കൽ കൂടി കേട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും നന്നായിട്ടൊന്ന് നോക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.